Let's pray together. In the name of the Father, Son, and of the Holy Spirit, one true God. Amen. Amen. Heavenly Father, once again, we are in front of you to receive your blessings and wisdom through a priest who is selected for the ministry of God, and also he was selected for the community leader. We are praying for his ministry and what he is going to speak to all of us. We all know about him as a spiritual leader as well as a psychologist, and he is doing plenty of things for the community. Willingly, we are getting him in our midst, especially in this evening, to receive the word of God and to get that right knowledge through the wisdom of God. Lord, give us the serenity to accept the things we cannot change, the courage to change the things we can, and the wisdom to the difference. In the name of the Father, Son, and of the Holy Spirit, one true God. Amen. Amen. So, as a beginning word, I know Edward Achin past almost 20 of years. I don't know what is the exact year as a psychologist. Especially, Achin is the brother son of Athanasius Tirumeni. And that makes more profound about him. And he is getting a big profile according to Tirumeni's profile. അച്ഛനൊരു സൈക്കോളജിസ്റ്റ് ആണെന്ന് മാത്രമല്ല, ഹീസ് ദ റൈറ്റ് പേഴ്സൺ ടു മേക്ക് കൺവിക്ഷൻ അബൌട്ട് എസ്പെഷ്യലി ദ ഡെവലപ്മെന്റ് ഫോർ ദ കമ്മ്യൂണിറ്റി. അച്ഛൻ്റെ പ്രസംഗങ്ങളൊക്കെ ഞാൻ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. ഈ അടുത്ത സമയത്ത് ഞാൻ നാട്ടിൽ പോയപ്പോഴും ഞാൻ ഫോണിൽ കൂടെ അച്ഛനോട് സംസാരിച്ചു. അച്ഛൻ്റെ പള്ളി വിസിറ്റ് ചെയ്യാൻ എനിക്കൊരു അവസരം കിട്ടിയായിരുന്നു. അപ്പോഴും അച്ഛൻ അന്നേരം എന്നെ കാണാതെ തന്നെ അച്ഛൻ കയറി ധൂപം വെച്ചോ, പ്രാർത്ഥിച്ചോ, എല്ലാ അനുവാദവും തന്നു, വിത്തൗട്ട് എനി നോട്ടീസ്. ഹൃദയത്തിന്റെ വിശാലതയായിട്ട് കാണുന്നു. Even though he is in a busy schedule with his personal matters, especially something connected with his Kochama or wife, he agreed to do something for the community. പ്രത്യേകിച്ച് തോമസ് കുട്ടി അങ്കിളും ഡോക്ടർ ഷജി മത്തായിയും ഒക്കെ ഇങ്ങനൊരു കാര്യം അറേഞ്ച് ചെയ്യാനും പ്രിയപ്പെട്ട അലക്സാണ്ടർ ജേക്കബ് ഉൾപ്പെടെയുള്ള പലരും ഇതിനകത്ത് കൃത്യമായി നേതൃത്വ നിലയിലുണ്ടെന്ന് എനിക്കറിയാം. പലപ്പോഴും ഒപ്പം പ്രവർത്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചാലും എൻ്റെ സമയത്തിൽ എപ്പോഴും ചിലപ്പോൾ ഇത് ഒത്തുവരുന്നില്ല. ഈവൻ ദോ ഐ അപ്രീഷിയേറ്റ് ദ റിയൽ ലീഡർഷിപ്പ് ഓഫ് അങ്കിൾ അലക്സാണ്ടർ ജേക്കബ് ആൻഡ് ഓൾസോ ഡോക്ടർ സജി പി മത്തായി ആൻഡ് ഹൂ ഓൾ ആർ ഹിയർ. എല്ലാവരെയും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഞാൻ ഇതിനെല്ലാ ആശംസകളും നേരുന്നു. അച്ഛൻ്റെ സമയം ഞാൻ എടുക്കുന്നില്ല. ഐ ഹോപ്പ് ഇറ്റ് കുഡ് ബി എ best way of opportunity to do good things for the community. അപ്പം അത് നന്നായിട്ട് നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കു ചുരുക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. Thank you, Acha. Thank you. Thanks for your presence. It was a blessing. See you again. നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ ചുങ്കക്കാരൻ എന്ന് പറയുന്നത്, അമരക്കാരൻ എന്ന് പറയുന്നത് നമ്മുടെ ഐപ്പങ്കളാണ്. ഐപ്പങ്കൾ ഇത് തുടങ്ങിയിട്ട് വളരെ വർഷങ്ങളായി. റീസെൻ്റ്ലിയാണ് ഞാൻ ജോയിൻ ചെയ്തത്. ഏതായാലും വളരെ കാലത്തെ ജീവിത സാക്ഷ്യം അത് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം ഇനിയുള്ള ജീവിതകാലം ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഐപ്പങ്കൾ. നമ്മുടെ കൂടെ എല്ലാ കാര്യത്തിനും ഉണ്ട്. ഈ ഒരു പ്രസ്ഥാനം കെട്ടിപ്പടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ പ്രായോഗികമായ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എങ്കിലും എല്ലാ കാര്യങ്ങളിലും വളരെ മുൻപന്തിയിൽ നിന്ന് ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുക എന്നൊക്കെ സഹായിക്കുന്ന അങ്കിളിന്റെ നിസ്വാർത്ഥമായ സേവനത്തെ ആദരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിഷൻ 2020 എന്ന പേരിൽ ആൽക്കഹോളിക് അഡിക്ഷൻ ആയിട്ടുള്ള ആളുകളെ സഹായിക്കാൻ തക്കവണ്ണം ഞങ്ങൾ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഈ വിഷൻ 2020. ആ പ്രസ്ഥാനത്തിൽ വളരെ അധികം ആളുകൾ ഇന്ന് ചേർന്ന് അവരിൽ നിന്ന് വളരെയധികം സഹായങ്ങൾ ലഭിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത്. ഈ മീറ്റിങ്ങിന്റെ തുടർന്നുള്ള സംഭാഷണത്തിനായിട്ട് നമുക്ക് എഡ്വേർഡ് അച്ഛനുണ്ട്. ഇതിനെ പരിചയപ്പെടുത്താനും ഇൻവൈറ്റ് ചെയ്യാനായിട്ട് തോമസ് അങ്കിളിനെ ഞാൻ ക്ഷണിക്കുകയാണ്. താങ്ക് യു. തോമസ് അങ്കിൾ. Good evening, respected Achans and any government, city officials and my dear friends. As you know, we have been doing this Zoom meeting since 2019, every Sunday. And
the reason I am doing this meeting is because personally, I was addicted to this alcohol, and it was very hard for me to get out of it in spite of going for treatment and rehab centers. I had to surrender my life completely to God, as the 12-step program in the AA stipulates. I was able to come out of it, and I can't believe that I am still alive because I got out of it. And the amount of alcohol I was consuming was so much, it almost drained my health and my life out. So at this point, by turning or by surrendering my life completely, I'm still alive. Being a witness for this great recovery, I am enjoying, and I want to share that happiness for other families who is going through the same struggle. Alcoholism is a disease. There is no way you can get out of it, even if you want to. Even if you want to, that will come after you and make you drink. As alcoholics, we all know that it is a very hard step for us to get out of it. So from experience, if I can get out of it, anybody can do it, but it takes a lot of work. So with my experience and with the help of our local priest and everybody, I started this program to other people in our community, and slowly but surely, it's seeing some results. And for the last 5 years, I've been involved with about 60 some families, and some of the families are getting some kind of a light and some relief. So I feel it a personal commitment to help people who are going through this struggle, because every family who is going through this addiction, there is no peace in any of the families. The addicted family is a total chaos, total disaster. Those who go through only this can understand this. Those who are not having a problem with alcohol, they will keep saying, hey, why are you drinking? Why is he drinking? Why can't he stop it? Unfortunately, this sickness is so severe that the family members don't understand it. So it is very hard for us to get out of it. So knowing them and trying to extend a helping hand to them, yeah, I think by giving them some kind of help through addiction centers or other kind of help, we can bring people to recovery. And most of the time, people, when they drink, they don't care about their family, their spouses, their children. As a result, what happens is the housewives and the children, there is no happiness in them. When I recovered, my family has got so much peace and happiness back. I want that same kind of happiness for the people who can get out of this struggle. And I see the happiness in many families that I am helping. So that is a great incentive for me to go after these people. I don't make any money of this. I don't want any money, but I want to see if anyone can recover out of this alcoholism and that peace and happiness that they can get. That is all I want. So I want the community to be aware that this alcoholism in the Malayali community is a bad disease. And this Achan, who is our special guest today, he is from Kerala, and he is running a rehab center, and he's a clinical psychologist, and he knows the nature of the Kerala or the Malayalis, or especially the Christian community, how alcohol is so rampant in our community and the effects and the treatments he is doing. So with his experience, he will be able to teach us what we can do to get our community be aware of this addiction. And from him, we can take some steps to help our community. And we have people from all over the country, from different cities of America. So with this past experience, we have meetings on every Sunday for the last 5 years. We also have a meeting for ladies, because there is a meeting called Al-Anon for women. That is especially for ladies only, because they are the one who are suffering because of the husband's drinking. So they need support and help. So we meet on Thursdays for them, and we extend the support to them too. So this is what we are doing.
So I want Achin to know what we are doing. So we want your prayers, your blessings, and your guidance in the future. And on behalf of our group teamwork, I extend a hearty welcome to Reverend Father Edward George. Thank you, Achin. താങ്ക് യു ഫോർ യുവർ ഇൻവിറ്റേഷൻ. വളരെ ആകസ്മികമായിട്ടാണ് എനിക്കിന്ന് ഇന്നലെ ഒരു ഫോൺ കോൾ കിട്ടിയത്. അപ്പോൾ ഇവിടെ വന്നിട്ട് എനിക്ക് ഈ ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ അല്ലെങ്കിൽ സ്പിരിച്വൽ ഒരു പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും ആളുകളോട് സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതിൽ ഐ എം വെരി ഹാപ്പി. Thank you for inviting me to this Zoom meeting and in your community. Thank you very much, especially to Thomas Kutti ചേട്ടൻ. Thank you. അപ്പം ഞാൻ I am working as a clinical psychologist for last 22 years. And for last 17 years, I am running a hospital. As a director of the hospital, I am working. And this hospital is actually is the project of Kandanad East Diocese. And with the support of a few philanthropists, we are actually 21 of us joined together and build a charitable community. And this community is actually running this hospital. Started as a 5-bedded hospital. Now it is 200-bedded hospital, and we are serving community in all medical areas, and our special focus is on mental health and de-addiction. ഈ de-addiction, my journey in de-addiction started in 2002 when I started my academic career in a medical college as a clinical psychology student. ഞാൻ ആ സമയത്ത് I got an opportunity to visit and get trained in TTK Hospital, Chennai. അതാണ് സത്യത്തിൽ എനിക്ക് ഈ ഡി-അഡിക്ഷൻ ഏരിയയിലേക്ക് ഇത്രയും അധികം ഫോക്കസ് ചെയ്യാൻ എനിക്ക് പ്രചോദനമായത്, അല്ലെങ്കിൽ ദാറ്റ് മെയ്ഡ് മീ ടു ഫോക്കസ് in de-addiction area. Actually, my guide and my counselor was a clinical psychologist, and she was a chief clinical psychologist in TTK Hospital. Therefore, I had a special opportunity to be with that community and learned a lot about de-addiction procedure and de-addiction treatment, and that made me to think and did my research work in the area of de-addiction. അപ്പൊ എനിക്ക് തോന്നുന്നു എനിക്കൊരു 24 years of experience ഈ ഒരു de-addiction ഏരിയയിലുണ്ട്. അപ്പോ actually the TTK hospital is initiated by a lady, and she was actually a മരുമകൾ or the daughter-in-law of TTK. TTKയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഈ പ്രസ്റ്റീജ് ഗ്രൂപ്പിന്റെ ഉടമസ്ഥരാണ് അവര്. ഇന്ത്യയിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഗ്രൂപ്പിലെ ഒരു ബിസിനസ് കമ്മ്യൂണിറ്റിയിലെ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഫാമിലിയിലെ ഒരു മെമ്പർ ആയിരുന്നു അവര്. ബട്ട് her husband was the youngest son of TTK, and he was an alcoholic. And she lost her husband because of alcoholism at the age of 24. അപ്പോ ഈ 24 വയസ്സിൽ വിധവയായ ബ്രാഹ്മണ പെൺകുട്ടിയോട് അമ്മായിയച്ഛൻ ചോദിച്ചു, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു എന്ന് ചോദിച്ചപ്പം ഷീ ആസ്ക്ഡ് റിക്വസ്റ്റ്, അല്ലെങ്കിൽ ഷീ റിക്വസ്റ്റഡ് ഹിം ടു help her to learn about de-addiction treatment, and she was sent to UK and she studied there in the area of mental health and de-addiction, and she came back and started TTK Hospital in Chennai. ഇപ്പോഴും ചെന്നൈയിലെ ഒരു പ്രധാനപ്പെട്ട ഡി-അഡിക്ഷൻ സെന്റർ ആണ് TTK ഹോസ്പിറ്റൽ. അപ്പൊ അവിടെ ആ പുള്ളിക്കാരി നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഒരു സ്റ്റോറി പറയും. That story is actually about her life.
ഒരു 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 വൈഫ് ഓഫ് എൻ ആൽക്കഹോളിക് എന്ന നിലയിൽ പുള്ളിക്കാരി ഷീ പ്രസന്റ് ഹെർസെൽഫ് ആസ് എ വിക്ടിം ഓഫ് ആൽക്കഹോളിസം. അങ്ങനെയാണ് അവിടുത്തെ ഡിഅഡിക്ഷൻ ട്രീറ്റ്മെന്റ് തുടങ്ങുന്നത്. ഇപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, TTK ഹോസ്പിറ്റലിലെ എൻ്റെ എക്സ്പീരിയൻസ് ആണ് എന്നെ ഇത്രമാത്രം മോൾഡ് ചെയ്തത്. എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ക്ലാസ്സിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ എൻ്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ എന്നെ ഹെൽപ്പ് ചെയ്ത തിയറീസിന്റെ വെളിച്ചത്തിൽ ഉള്ള ചില കാര്യങ്ങളാണ്. ദിസ് മേ നോട്ട് ബി അക്സെപ്റ്റബിൾ ഫോർ മെനി ഓഫ് യു, ഓർ ഫ്യൂ, അറ്റ്ലീസ്റ്റ് ഫോർ ഫ്യൂ ഓഫ് യു, but this is practically what I could see in the life of an alcoholic. അപ്പൊ ഇതിന് ഈ ഒരു തിയറിയും എൻ്റെ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും എനിക്ക് എൻ്റെതായ ഒരു രീതിയിൽ ആൽക്കഹോളിസത്തെ കാണാനും അതിനെ ട്രീറ്റ് ചെയ്യാനും ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് ഐ എം ഷെയറിങ് ഓൾ ദീസ് എക്സ്പീരിയൻസ് വിത്ത് യു. ഏതായാലും വി വിൽ ഹാവ് എ ഡിസ്കഷൻ ആഫ്റ്റർ ദിസ് ക്ലാസ്. ഒന്നാമത്തെ കാര്യം, ഓൾറെഡി തോമസ് അങ്കിൾ told us that alcoholism is a disease. Yes, that is true. നമ്മൾ പലപ്പോഴും ആൽക്കഹോളിസത്തെ ഡീൽ ചെയ്യുന്നത് ഇതൊരു സ്പിരിച്വൽ ഇഷ്യൂ ആയിട്ടോ അല്ലെങ്കിൽ ബിഹേവിയർ ഇഷ്യൂ ആയിട്ടോ മാത്രമാണ്. ഒരു തോന്നിവാസിയാണ് അയാൾ എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ചിന്ത. അതുകൊണ്ട് നമ്മൾ പള്ളിയിൽ നിന്നും നമ്മുടെ സ്പിരിച്വൽ കൂട്ടായ്മയിൽ നിന്നൊക്കെ ഇവരെ പരമാവധി അകത്തി നിർത്തും. ഈവൻ സോഷ്യൽ ഗ്യാതറിംഗിൽ നിന്ന് പോലും പലപ്പോഴും ആൽക്കഹോളിക്സിനെ നമ്മൾ അകറ്റി നിർത്തുന്നത് ഇതൊരു തോന്നിവാസിയാണ്, കൊള്ളൂലാത്ത ആളാണ് എന്നുള്ള ചിന്തയിലും. ബട്ട് ആക്ച്വലി ഇറ്റ് ഈസ് എ ഡിസീസ്. എന്താ വെച്ചാൽ ഒരു ആൽക്കഹോളിക്കും മനഃപൂർവ്വമായി ആൽക്കഹോളിക് ആവുന്നതല്ല. ദേ ആർ ബിക്കമിങ് ലൈക്ക് ദാറ്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ആൽക്കഹോൾ കൺസംഷനെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും in Kerala, when I talk to people, they will usually object my viewpoint that ആൽക്കഹോൾ കഴിക്കുന്നത് തന്നെ പാപമാണ് എന്നുള്ളൊരു നിലയിലാണ് നമ്മൾ പല ആളുകളുടെ മെന്റൽ സെറ്റ്. അപ്പൊ ഞാൻ പറയാം, അങ്ങനെയല്ല. ആൽക്കഹോള് കഴിക്കുന്നത് അത് കുഴപ്പമാണോ അല്ലയോ എന്നുള്ള അവനവൻ തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷെ നമ്മുടെ ഇഷ്യൂ ആൽക്കഹോളിസം ആണ്. അത് തമ്മിൽ വ്യത്യാസമുണ്ട്. അടുപ്പിൽ തീ കത്തിക്കുമ്പോൾ ആരും ഫയർ എഞ്ചിൻ വിളിക്കാറില്ല, പക്ഷെ വീട് കത്തുമ്പോൾ ഫയർ എഞ്ചിൻ വിളിക്കും. ഇതുപോലെ തന്നെയാണ് ആൽക്കഹോൾ കൺസംഷനും ആൽക്കഹോളിസവും തമ്മിലുള്ള വ്യത്യാസം. അതായത് ഇഫ് എ പേഴ്സൺ കൺസ്യൂം ആൽക്കഹോൾ വിത്തൗട്ട് ഡിസ്റ്റർബിംഗ് ഹിസ് ഫിസിക്കൽ ഓർ മെന്റൽ ഹെൽത്ത് ആൻഡ് വിത്തൗട്ട് ഡിസ്റ്റർബിംഗ് അതേഴ്സ്, then that is not an issue of ഒരു ഇഷ്യൂ ഓഫ് എ സൈക്കോളജിസ്റ്റ്. അല്ലെങ്കിൽ അത് ഈവൻ ദാറ്റ് ഈസ് നോട്ട് ആൻ ഇഷ്യൂ ഓഫ് എ റിലീജിയസ് ലീഡർ ടു എന്നാണ് എൻ്റെ ഒരു വിചാരം. അയാള് മദ്യപിക്കുന്നത് കൊണ്ട് അയാളുടെ ശരീരത്തിനോ മനസ്സിനോ അതുപോലെ തന്നെ അയാൾ ജീവിക്കുന്ന കമ്മ്യൂണിറ്റിക്കോ അയാളുടെ ഫാമിലിക്കോ അയാളുടെ തൊഴിലിനോ ഒരു പ്രോബ്ലം ഉണ്ടാവാത്തിടത്തോളം കാലം there is nothing, that is nothing, no way that is an important issue for anybody in this world എന്നാണ് എൻ്റെ ഒരു വിചാരം. ദൈവത്തിന് പോലും അതിനകത്തൊരു പരാതി ഉണ്ടാവില്ലെന്നാണ് എൻ്റെ വിചാരം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ആൽക്കഹോളിസം ഈസ് നോട്ട് ആൽക്കഹോൾ കൺസംഷൻ. അതാണ് ഇത് മനസ്സിലാക്കേണ്ട ഏറ്റവും ആദ്യത്തെ കാര്യം. വല്ലപ്പോഴും മദ്യപിക്കുന്ന അല്ലെങ്കിൽ ദിവസവും അവനവന് പ്രോബ്ലം ഉണ്ടാവാത്ത വിധത്തിൽ മദ്യപിക്കുന്ന ആളുമായിട്ട് ഒരു കമ്പാരിസണും ഇല്ല ഒരു ആൽക്കഹോളിക്കിന്. അതുകൊണ്ട് സാധാരണ കുടിക്കുന്ന ആളുകളുടെ ലോജിക്ക് ഒരിക്കലും ആൽക്കഹോളിക്സിൽ വർക്ക് ആവൂല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കും. അപ്പൊ ഇത് ഈ ആൽക്കഹോളിസത്തെ പറ്റിയുള്ള ഏറ്റവും വലിയ മിസ്കോൺസെപ്റ്റ്സ് ഞാൻ ആദ്യം പറയാം. ഒന്ന്, സം പീപ്പിൾ കം ടു മീ ആൻഡ് ദേ സേ ദാറ്റ് 50 നോമ്പ് കൃത്യമായിട്ട് ഞാൻ നോക്കും, അല്ലെങ്കിൽ ശബരിമലയ്ക്ക് പോകാൻ മാല ഇട്ട് കഴിഞ്ഞാൽ 40 ദിവസം കള്ളു കുടിക്കാതിരിക്കും, അപ്പൊ എനിക്ക് കൺട്രോൾ ഉണ്ട്, അപ്പൊ നിങ്ങൾ പറയുന്ന പോലെ എനിക്കൊരു ട്രീറ്റ്മെന്റ് ആവശ്യമില്ല, എനിക്ക് കൂടി നിർത്തേണ്ട ആവശ്യമില്ല, എനിക്ക് ആവശ്യമുള്ളപ്പോൾ ഞാൻ കൂടി നിർത്തുന്നുണ്ട് എന്ന് പറയുന്ന പല ആൽക്കഹോളിക്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ പറയും, it is not that you are able to control for few days or few months. It is not the fact that decide about your alcoholism. നിങ്ങൾ ഒരു പെഗ് അടിച്ചാൽ അല്ലെങ്കിൽ 1.5 പെഗ് അടിച്ചാൽ അതിൽ നിർത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. whenever you consume alcohol, can you limit your consumption? That's a question. Whenever you consume alcohol, if you are able to limit your consumption every time or most of the time,
അത് ആ ചോദ്യത്തിന് ഉത്തരം yes എന്നാണെങ്കിൽ യു ആർ നോട്ട് ആൻ ആൽക്കഹോളിക്. ബട്ട് if you drink in once in a while, that means once in a year or maybe once in a month or once in a week, ആ കൺസംഷൻ എക്സസീവ് ആവുന്നുണ്ടോ, you could not control the limit, you could not set the limit for consuming alcohol. അതാണ് പ്രശ്നം. If you could control the limit, അത് WHO പറയുന്ന അനുസരിച്ചാണെങ്കിൽ അല്ലെങ്കിൽ ഹെൽത്ത് മാനുവൽ അനുസരിച്ചാണെങ്കിൽ ഹെൽത്തി man can drink up to 2 pegs and healthy woman can drink up to 1 peg എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ദ ഹെൽത്തി ഡ്രിങ്കിങ്. എനിവേ ആൽക്കഹോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമല്ല, പക്ഷെ കുടിക്കണമെന്ന് വാശിയുള്ളവർക്ക് ആ ഒരു ലിമിറ്റിലേ കുടിക്കാവുള്ളൂ എന്നാണ് ഹെൽത്ത് ഡയറക്ഷൻസ് ഉള്ളത്. അപ്പം ഇഫ് യു കുഡ് ലിമിറ്റ് യുവർ ഡ്രിങ്കിങ് വിത്തിൻ 2 pegs or 1 peg according to your gender, then you are a normal person. If you are unable to do that, if you are drinking more than 3 pegs, then that is a clear indication that you are in addiction. ഇപ്പൊ എത്ര ദിവസം കുടിക്കാതിരുന്നു എന്നുള്ളതല്ല പ്രശ്നം, കുടിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് കൺട്രോൾ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. കുടിക്കുമ്പോൾ ഒക്കെ 2 പെഗിലോ അല്ലെങ്കിൽ മാക്സിമം പോയാൽ 2.5 പെഗിൽ താഴെ കുടിക്കാൻ എപ്പോഴും സാധിക്കുന്നുണ്ടെങ്കിൽ യു ആർ നോട്ട് ആൻ ആൽക്കഹോളിക് എന്ന് നമുക്ക് പറയാം. അപ്പം ഹെൽത്തി ഡ്രിങ്ക് എന്ന് പറഞ്ഞത് 2.5 പെഗ് അല്ല, 1.5 പെഗ് ആണ്. ഫോർ മെൻ ലെസ് ദാൻ 2 പെഗ്സും ഫോർ ഫീമെയിൽ ഇറ്റ് ഈസ് ലെസ് ദാൻ 1 പെഗും ആണ് നമ്മൾ ഹെൽത്തി ഡ്രിങ്കിങ് എന്ന് പറയുന്നത്. ഡ്രിങ്കിങ് ഇറ്റ് സെൽഫ് ഈസ് നോട്ട് ഹെൽത്തി, പക്ഷെ ഡ്രിങ്ക് ചെയ്യുമ്പോൾ അതിനകത്ത് തന്നെ ഒരു ഹെൽത്തി പാറ്റേൺ അതാണെന്നാണ് പറയാം. അപ്പൊ നമ്മളത് 3 പെഗിലും 4 പെഗിലും 5 പെഗിലും, കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വരുന്ന ഒരാള് രാവിലെ വന്നാണ്. ഹി ടോൾഡ് മീ ദാറ്റ് he claimed he is not an alcoholic and he was telling me that I just consumed 15 pegs in this morning, but even after that I could drive myself and brought my parents here, and even then they are telling me that I am an addict. That was his claim. അതായത് 15 പെഗ് അടിച്ചിട്ടും ഡ്രൈവ് ചെയ്ത് ആശുപത്രി വരാൻ അവന് കപ്പാസിറ്റി ഉണ്ട്, അതുകൊണ്ട് ഹി ഈസ് നോട്ട് ആൻ ആൽക്കഹോളിക്, ആൽക്കഹോൾ ഈസ് നോട്ട് അഫക്റ്റിംഗ് ഹിം എന്നാണ് പുള്ളിയുടെ ന്യായം. പക്ഷെ ദാറ്റ് ഇൻഡിക്കേറ്റ് ദാറ്റ് ഹി ഈസ് അഡിക്റ്റ്. അത്ര അധികം ആൽക്കഹോൾ കഴിച്ചിട്ടും അദ്ദേഹത്തിന് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നു അല്ലെങ്കിൽ അവിടെ വരെ വരാൻ പറ്റുന്നു എന്നുള്ളത്, അത്രയധികം ടോളറൻസ് അയാൾക്കുണ്ട്. അത് അഡിക്ഷന്റെ ഏറ്റവും വലിയ സവിശേഷതയാണെന്ന് മനസ്സിലാക്കാൻ പലപ്പോഴും സാധിക്കുന്നില്ല. ഇനി രണ്ടാമത്തെ ഒരു ഇഷ്യൂ ആണ്, ആൽക്കഹോൾ ഈ എക്സസീവ് ആയിട്ട് ഇവർ കൺസ്യൂം ചെയ്യുന്നത് ഒരു ഓട്ടോമാറ്റിക് പ്രൊസീജിയറാണ്. ദാറ്റ് മീൻസ് അവര് ദേ ആർ നോട്ട് ഡിസൈഡിങ് or it is not voluntarily they are drinking that much. They decide to drink the first peg, but the later pegs are actually an automatic process. They could not control, they just consume continuously. ആദ്യത്തെ പെഗ് മാത്രമേ അവരുടെ കൺട്രോളിലുള്ളൂ, പിന്നെ അവർ കഴിക്കുന്നത് വിത്തൗട്ട് ദെയർ കൺസെന്റ്, വിത്തൗട്ട് എഗൻസ്റ്റ് ദെയർ വില്ലാണ്. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. ഇറ്റ് ഈസ് നോട്ട് പർപ്പസ്ഫുള്ളി ദേ ആർ ഡ്രിങ്കിങ്. ഇപ്പൊ ആൽക്കഹോളിക്സ് അല്ലാത്ത ആളുകൾ കുടിക്കുമ്പോൾ 1 പെഗോ 1.5 പെഗോ കഴിയുമ്പോൾ ദേ ഫീൽ ഹാപ്പി ആൻഡ് ദേ ഫീൽ ഇനഫ്. ദേ ആർ കംഫർട്ടബിൾ വിത്ത് ദാറ്റ് മച്ച്, ദേ ഡോണ്ട് നീഡ് മച്ച്. അതും സത്യത്തില് ദാറ്റ് ഈസ് ഓൾസോ ആൻ ഓട്ടോമാറ്റിക് phenomena. They are not purposefully controlling, rather they feel tripti, they feel okay with that. They don't need to drink more. That's a autonomous, that's our mind itself decide that, and it is a conscious effort from their side to decide their limit. Rather it's an automatic procedure. They will limit within that very very small amount. The same way the other people, the other addiction group is drinking excessively, is also an automatic process without their consent, and it is happening like that. അപ്പോൾ അവരെ അവിടെ നമ്മൾ ഇച്ചിരി കൺട്രോൾ ചെയ്ത് കുടിക്കണം, ലിമിറ്റ് ചെയ്ത് കുടിക്കണം എന്ന് ഉപദേശിച്ചിട്ട് ഒരു കാര്യമില്ല. ദേ ആർ അൺഎബിൾ ടു കൺട്രോൾ. അവർക്ക് ആദ്യത്തെ പെഗ് മാത്രമേ വേണ്ടെന്ന് വെക്കാൻ പറ്റുള്ളൂ. പിന്നെ അവര് 1 പെഗ് അടിച്ചു പോയാൽ ദേ വിൽ കണ്ടിന്യൂസ്ലി ഡ്രിങ്ക്. ഇതാണ് അതിനകത്തൊരു. ഐ ഹാഡ് എ ക്ലാസ്മേറ്റ്. ആ ക്ലാസ്മേറ്റിന്റെ അച്ഛൻ, ഹെർ ഫാദർ വാസ് ആൻ എക്സ് സർവീസ് മാൻ. ഹി വാസ് വർക്കിംഗ് ഇൻ എയർഫോഴ്സ്.
her sister got married when we were studying together, and she was, we were our classmates. We were only 8 people, so we all were invited for that wedding. We went there and attended the marriage. They were Brahmins, and it was a 4 days long function for their marriage. When we came back, she called me and informed me that her father was admitted in hospital, and it's in Ernakulam. Therefore, she asked me to visit him and pray for him and all that. I went and visited him, and I found out that her father was an alcoholic. But the history says that he was abstaining from alcohol for last 24 years. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കല്യാണം കഴിച്ച കുട്ടി 24 വർഷം മുമ്പ് ജനിച്ചപ്പം പാർട്ടി നടത്തി. ആ പാർട്ടി ടൈമില് ഇയാള് അമിതമായിട്ട് കുടിച്ച് ഛർദിച്ച് he was fainted and he vomited blood and all stupid things happened, and he was admitted in the same room with his wife. ഡെലിവറി ആയിട്ട് കിടക്കുന്ന അതേ റൂമില് ഹസ്ബൻഡിനെ ഡി-അഡിക്ഷൻ അഡ്മിറ്റ് ചെയ്തു ഒരു എയർഫോഴ്സ് ഹോസ്പിറ്റലിൽ. അപ്പൊ അന്ന് അവിടുത്തെ സൈക്യാട്രിസ്റ്റ് അയാളുടെ മുഖത്ത് നോക്കി പറഞ്ഞു, ഇഫ് യു ഡ്രിങ്ക് യു വിൽ ഡൈ. ഈ കുഞ്ഞിനെ കല്യാണം കഴിപ്പിക്കുന്നവരെയെങ്കിലും നീ കുടിക്കരുത് എന്ന് ആ ഡോക്ടർ പറഞ്ഞു. യു ഷുഡ് നോട്ട് ഡ്രിങ്ക് ടിൽ ദ വെഡിങ് ഡേ ഓഫ് ദിസ് ഗേൾ. അങ്ങനെയെങ്കിലും നീ നിൽക്കണമെന്ന് പറഞ്ഞു. Thereafter he never drank. After the de-addiction treatment, he stopped alcohol and he lived for his family. പക്ഷെ 24 വയസ്സിലെ ഈ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു വിട്ടപ്പോ എല്ലാവരും പന്തലഴിക്കുന്ന ഒരു വലിയ ചടങ്ങുണ്ട് അവർക്ക്. 4 ദിവസത്തെ കല്യാണം കഴിഞ്ഞ് പന്തലിന്റെ കാല് ഊരുന്ന ഒരു ചടങ്ങ്. അതിന് ഇയാള് 4 ലിറ്ററിന്റെ ഒരു ബോട്ടിൽ കൊണ്ടുവച്ചു. എല്ലാരും കൂടെ കുടിച്ചു. കുടിയുടെ മൂത്തപ്പോ കൂട്ടുകാരായ കുടിയന്മാരെല്ലാം കൂടെ പറഞ്ഞു, നീ 24 കൊല്ലം മുമ്പ് കുടി നിർത്തിയതാണ്, ഇനി നീ ഒരു പെഗ്ഗടിക്കാൻ പറഞ്ഞു. ആക്ച്വലി എല്ലാവരും അങ്ങനെ പറഞ്ഞ പുള്ളി ഓർത്ത് ശരിയാണല്ലോ എന്ന് ഓർത്ത് പുള്ളി ഒരു പെഗ് അടിച്ചു. പക്ഷെ പുള്ളി 4 ദിവസം കൊണ്ട് 4 ലിറ്റർ മദ്യം കുടിച്ചു. He fall sick. He was brought to Ernakulam and Shujindra hospital admit ചെയ്തു. 5ാമത്തെ ദിവസം he died there. ഞാൻ ആ മരണം കണ്ടു. ഞാൻ അങ്ങോട്ട് ചേർന്നാണ് ബോഡി ആംബുലൻസിൽ കയറ്റി ഒറ്റപ്പാലത്തേക്ക് വിട്ടത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അതായത് ആഫ്റ്റർ 24 years of abstinence, he tried to consume alcohol in a mild way, or he wanted to consume only just a peg to have a company with his friends, but he failed and he died. This is alcoholism. എത്ര വർഷം നിങ്ങൾ കുടിക്കാതിരുന്നാലും ഏതൊക്കെ ട്രീറ്റ്മെന്റ് നിങ്ങൾ എടുത്താലും വൺസ് യു ആർ അൻ ആൽക്കഹോളിക് എന്നാണെങ്കിൽ എത്ര വർഷത്തെ ഗ്യാപ്പിന് ശേഷം നിങ്ങൾ കുടിച്ചാലും പഴയ പോലെ ആയി പോകും. ഇത് പലപ്പോഴും നമുക്ക് അറിയാൻ മേലാത്തൊരു കാര്യമാണ്. പല ഡി-അഡിക്ഷൻ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് പുറത്തിറങ്ങി വരുന്ന പലരോടും പറയും, നീ പണ്ടത്തെ പോലെ കുടിക്കണ്ട, നീ ഒരു പെഗ് അടിച്ചു, അല്ലെങ്കിൽ നീ ഒരു ബിയർ മാത്രം കുടിച്ചു എന്ന് നമ്മൾ പലപ്പോഴും പറയുമ്പോൾ യു ആർ ഡൂയിങ് എ ബിഗ് മിസ്റ്റേക്ക്. ഒരിക്കലും അവർക്ക് കൺട്രോൾ ഡ്രിങ്കിങ്ങിലേക്ക് തിരിച്ചു വരാനാവില്ല. ദേ ആർ പെർമനന്റ്ലി അഡിക്റ്റഡ് ടു ആൽക്കഹോൾ. എത്ര വർഷം അബ്സ്റ്റൻസിൽ മാറി നിന്നാലും യു വിൽ നോട്ട് ബി ഏബിൾ ടു കൺട്രോൾ ഇറ്റ്. റാദർ വൺസ് യു സ്റ്റാർട്ട് യു വിൽ കണ്ടിന്യൂ ആസ് ആൻ എക്സസീവ് ഡ്രിങ്കർ. അപ്പൊ അത് എപ്പോഴും മനസ്സിൽ വേണം. ഓരോ ആൽക്കഹോളിക്കും എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, ഏതെല്ലാം ട്രീറ്റ്മെന്റ് എടുത്താലും ഏതെല്ലാം എന്താ പറയാ എത്ര വർഷം ആൽക്കഹോളിൽ നിന്ന് അകന്നു നിന്നാലും വൺസ് യു സ്റ്റാർട്ട് യു വിൽ ഫെയിൽ. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കി പറ്റുള്ളൂ. ഇതാണ് ആൽക്കഹോളിസത്തെ പറ്റി ഉള്ള ഒരു വലിയ മിസ്കൺസെപ്റ്റ്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നിയത്, ഫ്രം മൈ എക്സ്പീരിയൻസ്, ഇറ്റ് ഈസ് നോട്ട് ഓൺലി എ മെഡിക്കൽ ഇഷ്യൂ, റാദർ ഇറ്റ് ഈസ് എ സ്പിരിച്വൽ ഇഷ്യൂ in the case of this de-addiction process. ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത് വല്ലാത്തൊരു സപ്പോർട്ടാണ് മിക്കവാറും ആൽക്കഹോളിക്സിന്. സം ഓഫ് ദം വിൽ ബി ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, പള്ളിയായിട്ട് അല്ലെങ്കിൽ അവരുടെ സ്പിരിച്വൽ ഓർഗനൈസേഷൻസ് ആയിട്ട് ഒക്കെ അറ്റാച്ച് ചെയ്ത് നിന്ന് വളരെ ആക്റ്റീവായിട്ട് ഒരു സ്പിരിച്വൽ ഫോക്കസിൽ നിൽക്കുന്നവര് അബ്സ്റ്റിനൻസിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം മെഡിക്കൽ മാത്രം ഉള്ളതിനേക്കാളും പ്ലസ് വിത്ത് സ്പിരിച്വൽ ഒരു എൻലൈറ്റ്മെന്റ് ആൻഡ് സ്പിരിച്വൽ സ്ട്രെങ്ത് ആൻഡ് സപ്പോർട്ട്, ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ഡു വണ്ടേഴ്സ് വിത്ത് ദ ലൈഫ് ഓഫ് ആൽക്കഹോളിക്സ്. അപ്പം ഒരു പ്യുവർലി മെഡിക്കൽ ട്രീറ്റ്മെന്റ് മാത്രം മതി എന്നുള്ളത് ഒരു കോൺസെപ്റ്റിനോടും
ദാറ്റ് ഈസ് ഓൾസോ എ മിസ്കോൺസെപ്റ്റ് എന്ന് ഞാൻ പറയും. പലപ്പോഴും ഈവൻ എ ഒരു നോൺ റിലീജിയസ് സ്പിരിച്വൽ ഗ്രൂപ്പാണ് എ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അവരുമായിട്ടുള്ള എൻ്റെ ഒരു അവർ വളരെ സ്പിരിച്വൽ. ഇപ്പൊ ഇന്ന് പ്രാർത്ഥിച്ചപ്പം കണ്ടില്ലേ, എ ഗ്രൂപ്പിന്റെ ഒരു പ്രെയറാണ് അതിനകത്ത് വന്നത്. അപ്പൊ അതിനകത്ത് ആ ഒരു കരുത്ത്, that spiritual nature is helping them to abstain from alcohol for long. അപ്പം it is not purely a medical intervention, rather a spiritual support is always helpful for them to abstain alcohol for a long time. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ടെൻഡൻസി ടു ബി ആൻ അഡിക്റ്റ്, ടെൻഡൻസി ടു കൺസ്യൂം സം കൈൻഡ് ഓഫ് ന്യൂറോടോക്സിക് തിങ്സ്, അതായത് ലഹരി അല്ലെങ്കിൽ ന്യൂറോടോക്സിൻ, നമുക്ക് അതിനോടുള്ള ഒരു ക്രേവിംഗ് പൊതുവെ ചില മനുഷ്യർക്കുണ്ട്. അപ്പൊ ഇഫ് ദേ ആർ അവേ ഫ്രം ആൽക്കഹോൾ, ദേ നീഡ് സംതിങ് ടു ബൂസ്റ്റ് ദെയർ സൈക്കോളജിക്കൽ സ്റ്റേറ്റ്. അതിനുവേണ്ടി ദേ നീഡ് സംതിങ്. ചിലരുടെ ഇപ്പം സിഗരറ്റ് വലിക്കാൻ പോകും, ചിലരുടെ വേറെ എന്തെങ്കിലും. അതിനേക്കാളൊക്കെ എത്രയോ നല്ലതാണ് ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി. സം പീപ്പിൾ ടേക്ക് ആൻ ഇനീഷ്യേറ്റീവ് ടു build a community for alcoholics or some other people with the disabilities. അല്ലെങ്കിൽ some people develop a community based on religious and spiritual things. അപ്പൊ അങ്ങനെ ഉള്ള പല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ ഇഫക്റ്റീവായിട്ട് ഈ ആൽക്കഹോളിക്സിന് ഈ മുമ്പോട്ട് പോകാൻ, അല്ലെങ്കിൽ ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റിന് ശേഷം, അല്ലെങ്കിൽ ആൽക്കഹോൾ നിർത്തിയതിന് ശേഷം അവർക്ക് ഹെൽത്തി ആയിട്ട് മുമ്പോട്ട് പോകാൻ വല്ലാതെ ഹെൽപ്പ് ചെയ്യുന്നുള്ളതായിട്ട് എനിക്കൊരു തിരിച്ചറിവുണ്ട് എന്ന് പറയാം. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം, വൈ വി മലയാളീസ് ആർ സോ മച്ച് ഓഫ് affected by alcohol. Why the whites, the blacks or the other Chinese type people, they are not affected this much. അതും ഒരു വലിയ ഇഷ്യൂ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ ബ്രൗൺ ഫ്ലഷ് തിയറി എന്ന് പറഞ്ഞൊരു തിയറി ഉണ്ട്. ബ്രൗൺ ഫ്ലഷ് തിയറി പറയുന്നത് എന്നാ വെച്ചാൽ, ഇന്ത്യൻസ്, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻസ് ആർ മോർ പ്രോൺ ഫോർ അഡിക്ഷൻ എന്നാണ്, പ്രത്യേകിച്ച് ആൽക്കഹോൾ അഡിക്ഷൻ. ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി ട്രൂ. ഇതിനകത്ത് പറയുന്ന പല സ്റ്റഡീസും പറയുന്നത് സൗത്ത് ഇന്ത്യയിൽ up to 25%, 20 to 25% of South Indians are prone for addiction. But in North India, it is up to 10% only. Among blacks and whites, it may it may vary, but in whites, it's up to 6%. In blacks, up to 5%. Among Russians, it is less than 2%. Among this Mongoloids group, it is less than 0.2%. ജപ്പാനിലൊക്കെ ചില കമ്മ്യൂണിറ്റിയിൽ അഡിക്ഷൻ എന്ന് പറഞ്ഞ ഒരു ഫെനോമിനേ ഇല്ല, അവർക്ക് ആൽക്കഹോൾ കഴിക്കാനേ പറ്റില്ല. അപ്പം ഡിപ്പെൻസ് ഓൺ അവർ റേസ്, വി ആർ സോ വൾണറബിൾ ദാൻ മോസ്റ്റ് ഓഫ് ദി അതർ ഗ്രൂപ്പ്. എനിക്കറിയാവുന്നത് ഈ ദ്രവീഡിയൻ നേച്ചർ കൂടുതലാണ് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ. ദ്രവീഡിയൻസിലെല്ലാം അഡിക്ഷൻ ടെൻഡൻസി ഭയങ്കര കൂടുതലാണ്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. ബീയിങ് എ സൗത്ത് ഇന്ത്യൻ, ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് എ ഡേഞ്ചർ സൈൻ ഫോർ ആൽക്കഹോൾ അഡിക്ഷൻ. അപ്പൊ നമ്മൾ സൗത്ത് ഇന്ത്യൻസിന് പറ്റിയ ഒരു സാധനമേ അല്ല ആൽക്കഹോൾ. കാരണം അതുകൊണ്ടാണ് നമുക്ക് ഈ ആൽക്കഹോളിക്സിനോട് ഇത്ര ദേഷ്യം, അല്ലെങ്കിൽ ആൽക്കഹോളിക്സം നമുക്കൊരു വലിയ ഇഷ്യൂ ആണ്. ഞാൻ പലപ്പോഴും സർവേ നടത്തുമ്പോഴേ ഏറ്റവും കൂടുതൽ ഫാമിലി പ്രോബ്ലംസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ആൽക്കഹോളിസം. മെന്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടല്ല മാരിറ്റൽ പ്രോബ്ലംസിന്റെ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദി ഫാമിലി ഇഷ്യൂസ് ആർ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഏത് ഫാമിലി ഇഷ്യൂ നോക്കിയോ അതിനകത്ത് 60 to 70% ഓഫ് ഫാമിലി ഇഷ്യൂസ് ആർ ഡ്യൂ ടു ആൽക്കഹോൾ. അപ്പൊ അതുപോലെ നമ്മുടെ അഡിക്ഷൻ റേറ്റ് ഭയങ്കര കൂടുതലാണ്. പറഞ്ഞല്ലോ 25% വരെയാണ്. അപ്പൊ നമ്മുടെ ആളുകൾ സൗത്ത് ഇന്ത്യയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ വരുന്നുണ്ട്. എന്നിട്ട് അവിടെ കൊക്കോകോള പോലെ ഈസിലി അവൈലബിൾ ആയ ആൽക്കഹോള് കാണുമ്പോൾ എല്ലാവരുടെയും കൂടെ ഇരുന്ന് നമ്മളും കുടിക്കുന്നതാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി വി പീപ്പിൾ become an addict and they will continue as a social trigger. This is because of our genetic constitution, and we should understand the fact that we are prone for alcohol. ഞാൻ എപ്പോഴും പറയും, എൻ്റെ സ്റ്റുഡൻസിനോടൊക്കെ ഞാൻ എപ്പോഴും പറയും, if you are going to drink, you have to look to left and right. ലെഫ്റ്റിൽ നിങ്ങളുടെ അമ്മയാണ്, അമ്മയുടെ ഫാമിലിയിൽ നോക്കുക,
അതുപോലെ റൈറ്റിൽ നിങ്ങളുടെ ഫാദർ ആണ്, ഫാദറിന്റെ ഫാമിലി നോക്കുക. ഇഫ് യു ഹാവ് എ ഫാമിലി ഹിസ്റ്ററി ഓഫ് ആൽക്കഹോളിസം, പ്ലീസ് ഡു നോട്ട് ടച്ച്. കാരണം ഇഫ് യു ഹാവ് എ ജനറ്റിക് proneness for alcoholism, from the first peg onwards, your brain will tell you, കുടിക്കട കുടിക്കട, അടുത്ത പെഗോടെ വേണ്ട എന്ന് പറഞ്ഞു തുടങ്ങും. സോ ദ ക്രേവിംഗ് വിൽ ഇനീഷ്യേറ്റ് വിത്ത് ദ ഫസ്റ്റ് പെഗ്. സോ അതുകൊണ്ട് നിങ്ങളുടെ ഫാമിലി ഹിസ്റ്ററിയിൽ ആൽക്കഹോളിസം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾ കുടിക്കരുത്. ഫാമിലി ഹിസ്റ്ററി ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആണ്. കേരളത്തിൽ ഞാൻ എൻ്റെ ഈ സമയത്ത് ഞാൻ നടത്തിയ ഒരു സർവേയിൽ 93% ഓഫ് ആൽക്കഹോളിക്സ് ഹാവ് എ സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഓഫ് ആൽക്കഹോളിസം. 7% പേർക്ക് മാത്രമേ ഫാമിലി ഹിസ്റ്ററി ഇല്ലാതെ അഡിക്ഷനിലേക്ക് വരുന്നുള്ളൂ. ബാക്കി 93% ഓഫ് ദി പീപ്പിൾ ഹാവ് വെരി സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഓഫ് ആൽക്കഹോളിസം. എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ഉണ്ടായിരുന്നു. ഹി വാസ് ആക്ച്വലി ഒരു ഹ്യൂമിലിയേറ്റഡ് ആയിട്ടുള്ള ഒരു പയ്യനാണ്. കാരണം അവന്റെ ഫാദർ ഒരു ആൽക്കഹോളിസ്റ്റിക് ആയിരുന്നു. അവൻ പബ്ലിക്കലി ഒരു ഹ്യൂമിലിയേറ്റഡ് ആയിട്ടുള്ള ഒരു ആളാണ്. ബിക്കോസ് ഹിസ് ഫാദർ വാസ് എ drunkard and he used to roam around in the road and he used to be very ഒരു വലിയ ഒരു ജോക്കർ പോലെ ആയിപ്പോയായിരുന്നു. എന്ന് വെച്ചാൽ എല്ലാവർക്കും കളിയാക്കാനുള്ള ഒരു കഥാപാത്രമാണ്. അത്രയ്ക്ക് ആൽക്കഹോളിക് ആയിരുന്നു. തുണിയില്ലാതെ റോഡിൽ കൂടെ നടക്കുക, ഇതൊക്കെയായിരുന്നു അയാളുടെ പണി. കുടുംബം മുഴുവൻ നശിപ്പിച്ച അവസാനം റോഡ് സൈഡിൽ ഒരു ഷെഡ് കെട്ടിയായിരുന്നു അവിടെ താമസിക്കുന്നത്. അപ്പൊ ദിസ് ക്ലാസ്മേറ്റ് ഓൾവേസ് യൂസ് ടു ടെൽ മീ ദാറ്റ് ഞാൻ ഒരിക്കലും എൻ്റെ ഫാദറിനെ പോലെ കുടിക്കുകയല്ലെന്ന് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് പറയും. അപ്പൊ ഞങ്ങൾ റോഡിൽ കൂടെ നടന്നു വരുമ്പോൾ, സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ, ഇവന്റെ ഫാദർ തുണിയില്ല റോഡിൽ നിൽക്കുമ്പോൾ ഇവനും ഉണ്ടാവുന്ന മാനപ്രയാസവും സങ്കടവും അതൊക്കെ ഞാൻ ശരിക്കും ഷെയർ ചെയ്തിട്ടുണ്ട് അവനൊപ്പം. പക്ഷേ ആഫ്റ്റർ വെരി ലോങ് ഇയേഴ്സ് വെൻ ഐ മെറ്റ് ഹിം, ഹി വാസ് കൺസ്യൂംഡ് ആൽക്കഹോൾ. അപ്പൊ ഞാൻ പറഞ്ഞു, നീ എന്നാ നിന്റെ അപ്പനെ പോലെ കുടിക്കലെന്ന് പറഞ്ഞിട്ട് നീ കുടിച്ചത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു, ഞാൻ പറഞ്ഞത് അപ്പനെ പോലെ കുടിക്കൂലെന്നാണ്, കുടിക്കുകയല്ലെന്നല്ല. ഐ എം ഡ്രിങ്കിങ് ഒൺലി ബിയർ. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ അങ്ങനെ തുടങ്ങിയാൽ നിനക്ക് പിന്നെ കൺട്രോൾ കിട്ടൂല എന്ന് പറഞ്ഞു. അപ്പം അപ്പൻ 45-ാമത്തെ വയസ്സിൽ ഒരു സൈക്കിള് തട്ടി മരിച്ചുപോയി. അപ്പൊ റോഡ് സൈഡിൽ തന്നെ കുടിച്ചു നിൽക്കുമ്പോൾ ഒരു സൈക്കിള് വന്ന് പുള്ളിയെ മുട്ടി. ഹി ഫോൾ ഓൺ ദ റോഡ് ബിക്കോസ് ഓഫ് ഹിസ് ലിവർ സിറോട്ടിക് ലിവർ. ഹി ഡൈഡ് ഇമ്മീഡിയറ്റ്ലി. അപ്പം ഈ 45-ാമത്തെ വയസ്സിൽ ഇയാൾ മരിച്ചു. ഈ പയ്യൻ ആ അപ്പം മരിച്ച അതേ സ്പോട്ടില് 35-ാമത്തെ വയസ്സിൽ ബൈക്ക് മറിഞ്ഞു മരിച്ചു. His father became alcoholic at the age of 35 and this guy became alcoholic at the age of 27. മനസ്സിലുണ്ടോ? അപ്പൊ അത്രയും പ്രീ ഡിസ്പോസിഷൻ ഉണ്ട്. നമുക്ക് അപ്പനേക്കാൾ 10 വർഷം മുമ്പെങ്കിലും മകൻ ആൽക്കഹോളിക് ആവുമെന്നാണ് നിയമം. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അപ്പം കുടിക്കുമ്പോൾ മകന് ഒരു അടപ്പിനകത്ത് ഒഴിച്ചു കൊടുക്കുന്ന ഒരു ശീലം, അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ ആൽക്കഹോളിക് ആണെങ്കിൽ ഗ്രാൻഡ് ഫാദർ കൊച്ചുമകന് അടപ്പിൽ ഒഴിച്ചു കൊടുത്ത് ശീലിപ്പിക്കുന്ന ഒരു രീതിയാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ഓർക്കണം, ദീസ് പീപ്പിൾ ആർ ഓൾസോ വൾണറബിൾ ഫോർ ആൽക്കഹോളിസം ഡ്യൂ ടു ജനറ്റിക് റീസൺ. Therefore we should not give any chance for them to consume alcohol. അപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ സൗത്ത് ഇന്ത്യൻസ് ഷുഡ് ബി കേപ്പബിൾ ഓഫ് educating our people with this concept that family history of alcoholism is a very dangerous indication for alcohol addiction. So please do not consume at any cost. Find some other alternative for getting kick. അത് ചിലപ്പോൾ സിനിമയാവാം, മ്യൂസിക് ആവാം, അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി ആവാം. എനിത്തിങ് ക്യാൻ ഹാവ് give you the same kick, but never go to alcohol or any other substances. അപ്പൊ അത് എപ്പോഴും നമ്മൾ ഓർത്തിരിക്കണം. ഫാമിലി ഹിസ്റ്ററി, അപ്പൊ വി ഷുഡ് എഡ്യൂക്കേറ്റ് പീപ്പിൾ ഫ്രം ദി ബിഗിനിങ്, ഫ്രം വെരി ഏർലി ചൈൽഡ്ഹുഡ് ഇറ്റ് സെൽഫ്. നമുക്ക് ഫാമിലി ഹിസ്റ്ററിയിൽ ഇതിങ്ങനെ ഉണ്ടെങ്കിൽ വി ഷുഡ് നോട്ട് ഡ്രിങ്ക്. നമ്മൾ ഇതിനെപ്പറ്റിയുള്ള എല്ലാ സ്റ്റഡീസും പറയുന്നു, ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ 1 out of 3 കുട്ടികളിൽ ഫാദറോ മദറോ ഏതെങ്കിലും ഒരാൾ ആൽക്കഹോൾ അഡിക്റ്റ് ആണെങ്കിൽ 1 out of 3 വിൽ ബിക്കം ആൽക്കഹോൾ അഡിക്റ്റ് എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. പക്ഷെ കേരളത്തിൽ ആ റേറ്റ് അതിലും കൂടുതലാണ്. മേ ബി 2 out of 3 മേ ബിക്കം ആൽക്കഹോൾ അഡിക്റ്റ്. ആ ഒരു കാര്യമാണ് സൗത്ത് ഇന്ത്യയില്, പ്രത്യേകിച്ച് കേരള, കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഈ ഒരു സൗത്ത് ഇന്ത്യൻ കോറിഡോറിലാണ് ഈ അഡിക്ഷൻ പാറ്റേൺ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. അപ്പൊ സോ വി ബി വെരി കെയർഫുൾ ആൻഡ് വി ഷുഡ് എഡ്യൂക്കേറ്റ് പീപ്പിൾ അബൌട്ട് ആൽക്കഹോൾ അഡിക്ഷൻ
ഇൻ ദിസ് പെർസ്പെക്റ്റീവ് എന്നാണ് എൻ്റെ ഒരു വിചാരം. അപ്പം ഇത് ഒരു പ്രധാനപ്പെട്ട. ഇനി ഡി അഡിക്ഷൻ കഴിഞ്ഞ ആളുകളോടുള്ള പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, ഈ ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞ ഒരു ലൈഫ് ലോങ് പ്രൊസീജിയറാണ് ഞാൻ പറയും. ഇപ്പൊ തോമസ് കുട്ടി അങ്കിൾ ഹി ടോൾഡ് us about his past history of alcohol addiction. ഒരു ഹോസ്പിറ്റലിൽ പോയി, ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ പോയി ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റ് എടുത്തു എന്നുള്ളത് ഇതിന്റെ ഫസ്റ്റ് ഫേസ് ഓഫ് ട്രീറ്റ്മെന്റ് മാത്രമാണ്. I may say that it's a lifelong process. De-addiction treatment is a lifelong process. നമുക്ക് എപ്പോഴും ഒരു സപ്പോർട്ട് വേണം. ഈ അഡിക്ഷൻ റിഹാബ് സെന്ററിൽ നിന്ന് വരുമ്പോൾ നമ്മൾ വി വിൽ ബിൽഡ് കോൺഫിഡൻസ് ദാറ്റ് ഐ എം ഔട്ട് ഓഫ് ആൽക്കഹോൾ ഫിസിക്കലി ആൻഡ് ഓൾ withdrawal symptoms everything came out of when ആ ഒരു പ്രോസസ് എല്ലാം കഴിഞ്ഞു. വി ആർ ഫ്രീ, ഫിസിക്കലി ഇൻഡിപെൻഡന്റ് ആൻഡ് ഹെൽത്തി. അത്ര മാത്രമേ പറ്റുള്ളൂ. പക്ഷെ ഇനി കുടിക്കാതിരിക്കുക എന്നുള്ള ഒരു വലിയ കാര്യമാണ്. യു മേ നീഡ് കണ്ടിന്യൂസ് മെഡിക്കേഷൻ ആൻഡ് കണ്ടിന്യൂസ് കൗൺസിലിംഗ് ആൻഡ് എ ഗ്രൂപ്പ് പോലത്തെ ഗ്രൂപ്പിന്റെ സപ്പോർട്ട്, സ്പിരിച്വൽ സപ്പോർട്ട്, ഫാമിലിയുടെ സപ്പോർട്ട്, ഇങ്ങനെ എല്ലാ സപ്പോർട്ടും ഈ ഒരു പ്രോസസ്സിൽ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിയാൽ മാത്രമേ ഇവർക്ക് ആൽക്കഹോൾ ഇല്ലാതെ അവരുടെ ലൈഫ് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഇതൊരു ലൈഫ് ലോങ് സ്ട്രഗിൾ ആണ്. എപ്പോ വേണേലും കുടിയിലേക്ക് തിരിച്ചു പോകാൻ. ഞാൻ പറഞ്ഞല്ലോ 24 yearsന് ശേഷം എൻ്റെ ക്ലാസ്മേറ്റിന്റെ ഫാദർ കുടിച്ച് വീണ്ടും മരിച്ചു പോകുന്നത്. അപ്പൊ അതായത് നമ്മൾ എത്ര വർഷം, 10 വർഷം കഴിക്കാതിരുന്നാൽ, 15 വർഷം കഴിക്കാതിരുന്നാൽ ആ സ്ട്രഗിൾ കുറയുന്നേ ഉള്ളൂ. ആ സ്ട്രഗിൾ കണ്ടിന്യൂ ചെയ്യും. നമ്മുടെ ലൈഫ് ലോങ് നമുക്ക് ആ ടെൻഡൻസി ഉണ്ടാവും, ആൽക്കഹോളിലേക്കുള്ള നമ്മുടെ പ്രലോഭനം ഉണ്ടാവും. മേ ബി ഇനീഷ്യലി എല്ലാ ദിവസവും ക്രേവിംഗ് ഫോർ ആൽക്കഹോൾ മേ കം. ആഫ്റ്റർ എ ഇയർ that craving may reduce to once in a while, like once in a week, once in a month, അങ്ങനെ വരുള്ളൂ. പക്ഷെ 5 വർഷം കഴിയുമ്പോഴേക്കും അത് തീരെ കുറഞ്ഞ് ചിലപ്പം 2-3 മാസം കൂടുമ്പോഴായിരിക്കും ഒരു ക്രേവിംഗ് വരുന്നത്. 10-15 വർഷം കഴിയുമ്പോൾ ചിലപ്പം വർഷത്തിൽ 1-2 പ്രാവശ്യമായിരിക്കും ഈ ക്രേവിംഗ് വരുന്നത്. പക്ഷെ ക്രേവിംഗ് കംപ്ലീറ്റ് ആയിട്ട് ഡിസപ്പിയർ ആവും എന്ന് നമുക്ക് ഒരിക്കലും പറയാനാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഒരു കണ്ടിന്യൂസ് സ്ട്രഗിൾ ആണ്. Once you come out of it, that is not the end of the treatment. Rather, a continuous support seeking behavior, continuous help seeking behavior should be there. Then only you can survive without alcohol. അത് എപ്പോഴും മറന്നു പോകാതിരിക്കാനുള്ള ഒരു കാരണമാണ്. അപ്പം ഞാൻ പറയും, കേരളത്തിലെ ഞാൻ പറയുന്ന ഒരു കാര്യം, ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഈ ട്രീറ്റ്മെന്റ് എടുത്ത ഹോസ്പിറ്റലിലെ ട്രീറ്റിംഗ് കമ്മ്യൂണിറ്റി ആയിട്ട്, ആൽക്കഹോൾ അനോണിമസ് ഗ്രൂപ്പിലെ കമ്മ്യൂണിറ്റി ആയിട്ട് അവരുമായിട്ടുള്ള ഒരു കോണ്ടാക്റ്റിൽ നിൽക്കുന്നിടത്തോളം കാലം യു ആർ സേഫ്. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് കൊടുക്കാൻ ഫാമിലിയും കമ്മ്യൂണിറ്റിയും എപ്പോഴും ഈ ആൽക്കഹോളിക്കിനെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രീറ്റ്മെന്റിലെ കാര്യം. ഇറ്റ്സ് നോട്ട് എ 1 month treatment or 2 months treatment or 3 months treatment. Rather, this treatment is for the entire life എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. That definitely will help them to abstain from alcohol for a long period. അത് എപ്പോഴും നമ്മൾ ഓർക്കണം. അപ്പൊ അത് ഈ ആൽക്കഹോൾ അനോണിമസിന്റെ ഒരു സപ്പോർട്ട് എപ്പോഴും എക്സ്ട്രീംലി ഗുഡ് ആണ്. അതൊരിക്കലും അതിനകത്തൊരു ഇമ്പോർട്ടൻസ് ഇല്ലെന്ന് തോന്നിയാൽ നമ്മൾ പെട്ടുപോകുന്നുള്ള കാര്യം ഓർത്തിരിക്കണം. ഓക്കെ. പിന്നെ പേഴ്സണാലിറ്റി, ഫാമിലി സപ്പോർട്ട്, അപ്രോച്ചസ്, സ്പിരിച്വൽ നേച്ചർ, ഓൾ ദീസ് തിങ്സ് ഡിഫൈൻ യുവർ സക്സസ് ഓഫ് അബ്സ്റ്റിനൻസ്. അപ്പൊ അതെപ്പോഴും നമ്മൾ ഓരോരുത്തരും, ഓരോ ആൽക്കഹോളിക്കും വ്യത്യസ്തരാണ്. ഡിപ്പെൻഡ് അപ്പോൺ ദി പേഴ്സണാലിറ്റി ഓഫ് ദി പേഴ്സൺ. ഞങ്ങൾ അവരോട് സജസ്റ്റ് ചെയ്യും ഇങ്ങനെയൊക്കെ വേണമെന്ന്. സോ അങ്ങനെയാണ് ഈ ഒരു ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റിന്റെ ഒരു സക്സസ് പലപ്പോഴും പറയുന്നത്. ഇപ്പൊ ഞങ്ങൾ പറയുമ്പോൾ ഒരു വർഷം കഴിഞ്ഞ് അബ്സ്റ്റെയിൻ ചെയ്യുന്ന ആളുകളുടെ എണ്ണം നോക്കിയാൽ കേരളത്തിൽ പൊതുവെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു കണക്ക് പറയുന്നത് up to 21% of people will survive after 1 year എന്നാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ സർവേ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് 51% ആളുകൾ ഈവൻ ആഫ്റ്റർ 1 year they used to survive as a alcohol anonymous. അപ്പൊ അങ്ങനെ they abstain from alcohol even after one year. അത് 50% ഉള്ളൂ നമ്മൾ ഓർക്കണം. അപ്പൊ അത്രയ്ക്ക് ചാൻസ് ഉണ്ട് റിലാപ്സിന്. അതുകൊണ്ട് ട്രീറ്റ്മെന്റ് ആഫ്റ്റർ ഡിസ്ചാർജ് ഈസ് എ വെരി 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 ഇമ്പോർട്ടൻറ്റ് തിങ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അപ്പൊ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഐ തിങ്ക് ഞാൻ 40-45 minutes എടുത്തു.
ഐ എം സോറി ഫോർ എ ലോങ് സെഷൻ. ഞാൻ ഇപ്പോഴും പറയാൻ ഉദ്ദേശിച്ചതിന്റെ ഒരു പകുതി കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. വി ക്യാൻ ഹാവ് ഡിസ്കഷൻ. I'm no my experience is from Kerala, and so on the base of that Kerala community, I'm communicating all these things. I don't know how far it is relevant for you. പക്ഷെ ഞാൻ പറഞ്ഞത് ഒരു തിയറട്ടിക്കൽ ബേസിൽ തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിചാരം. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. പലരും ഈ ട്രീറ്റ്മെന്റ്, ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റിനെ കാണുന്നത് അവർക്ക് സോഷ്യൽ ഡ്രിങ്കർ ആവാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആയിട്ടാണ്. അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ലോകത്ത് ഒരിടത്തുമില്ല. അഡിക്ഷൻ ടു എനി സബ്സ്റ്റൻസ്, മേ ബി ഇപ്പം ഇന്റർനെറ്റ് അഡിക്ഷൻ അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സ് അഡിക്ഷൻ അങ്ങനെയൊക്കെ പറഞ്ഞ് പുതിയ അഡിക്ഷൻ, ബിഹേവിയർ അഡിക്ഷൻ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞ് പുതിയൊരു ഗ്രൂപ്പ് തന്നെയാണ്. ഏത് അഡിക്ഷൻ വന്നാലും അത് മേ ബി ഇന്റർനെറ്റ് അഡിക്ഷൻ ആവാം, ആൽക്കഹോൾ അഡിക്ഷൻ ആവാം, സബ്സ്റ്റൻസ് അഡിക്ഷൻ ആവാം. ഒരിക്കൽ നിങ്ങൾ അഡിക്റ്റ് ആയാൽ പെർമനന്റ്ലി യു ആർ അഡിക്റ്റ്. അപ്പോ അഡിക്ഷനോട് കൂടി വിത്തൗട്ട് ആൽക്കഹോൾ നമ്മൾ ജീവിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ വി ആർ അഡിക്റ്റ് ബട്ട് വിത്തൗട്ട് ആൽക്കഹോൾ, വി ആർ അഡിക്റ്റ് വിത്തൗട്ട് സബ്സ്റ്റൻസ്. അങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റിന് ശേഷം പോയി നമുക്ക് കുടിക്കാം വലിക്കാം എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ ബിഗ് മിസ്റ്റേക്ക്. വി കാൺട്ട്. അങ്ങനെ തിരിച്ച് സോഷ്യൽ ഡ്രിങ്കർ ആവാനുള്ള ഒരു കപ്പാസിറ്റി നൽകുന്ന ഒരു മെഡിക്കേഷൻ ഇതുവരെ ലോകത്ത് അവൈലബിൾ അല്ല. അങ്ങനെ ഒരു പ്രൊസീജിയർ ഇല്ല. ഒരു ഹിസ്റ്ററിയിൽ ഒരിക്കലും അങ്ങനെ കണ്ടിട്ടേ ഇല്ല. ക്രേവിങ് വരാതിരിക്കാനുള്ള മരുന്നുകൾ വളരെ കുറച്ച് മരുന്നുകളേ ഉള്ളൂ. സത്യത്തിൽ 2 എണ്ണ ഇപ്പൊ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്. ഒന്ന് അക്കംപ്രസൈറ്റ് എന്ന് പറഞ്ഞ ഒരു മരുന്നും പിന്നെ ഒരു വേറെ മരുന്ന്. ഈ 2 മരുന്ന് സാധാരണ ഉള്ള ഒരു ആന്റി ക്രേവിംഗ് ഡ്രഗ് ആയിട്ടുള്ളത്. ഇത് രണ്ടും പാർഷ്യലി സക്സസ്ഫുൾ ആണെന്നേ പറയാൻ പറ്റൂ. പക്ഷെ നമ്മുടെ ആളുകൾക്ക് കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് തോന്നുന്ന ആന്റബ്യൂസ് ആണ്. ഇപ്പം എസ്പിരാൾ എന്നൊക്കെ പറഞ്ഞ ചില മരുന്നുകളുണ്ട്. അതായത് ഡയസൾഫറാം എന്ന് പറയുന്ന ഒരു മരുന്ന്. ഡയസൾഫറാം മരുന്ന് കഴിച്ചാൽ അത് കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് പല സക്സസ്ഫുൾ ആയിട്ടുള്ള പേഷ്യൻസും പറയുന്ന കാര്യം എന്താ വെച്ചാൽ ദേ യൂസ് ടു കൺസ്യൂം ഡയസൾഫറാം continuously for 3 to 4 years. Then till 5 years they used to consume it once in a while. Even after എനിക്ക് RM KV എന്ന് പറയുന്ന ഒരു വലിയ തുണിക്കടയുടെ ജനറൽ മാനേജർ ഉണ്ടായിരുന്നു. ഹി വാസ് ആക്ച്വലി took treatment when I was a student. പക്ഷെ he was so much attached to me, and he used to continuously contacting me even after I come out of that university. എനിക്ക് തോന്നുന്നു ഒരു 10 വർഷം 12 വർഷം ഞാൻ അദ്ദേഹവുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു, ഈവൻ ആഫ്റ്റർ ദി ട്രീറ്റ്മെന്റ്. അതിൽ എനിക്ക് മനസ്സിലായ അദ്ദേഹം ഏറ്റവും അവസാനം ആഫ്റ്റർ 5 years till 3 years he was a regular user of this disulfiram. After 3 years he used to take it alternate days. പിന്നെ ഗ്രാജുവലി ഒരു വീക്കിൽ വൺസ് മാത്രമേ കഴിക്കുന്ന ഒരാളായി. പക്ഷെ ആഫ്റ്റർ 5 years till 10 years he used to keep the tablet with him. Whenever he get the craving, he used to consume that disulfiram. അപ്പൊ ക്രേവിംഗ് അങ്ങ് വല്ലാതെ ആവുന്നതിന് മുമ്പ് തന്നെ, ക്രേവിംഗ് വന്നു തുടങ്ങുമ്പോഴേ he used to consume disulfiram. അപ്പം ആന്റബ്യൂസ് കഴിക്കുന്നതുകൊണ്ട് he could sustain. അത് എൻ്റെ ഒരു അറിവിൽ എന്നോട് ഒരു 12 വർഷത്തേക്ക് അത് കഴിഞ്ഞ് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. ആ 12 വർഷം അദ്ദേഹം കുടിക്കാതിരുന്ന ഇങ്ങനെയാണ്. സോ ദാറ്റ്സ് എ വേ സം പീപ്പിൾ മാനേജ്. അപ്പൊ ഞാൻ പറയും ആന്റി ക്രേവിംഗ് ഡ്രഗ്, ആന്റബ്യൂസ് ഇതൊക്കെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ അൾട്ടിമേറ്റ് ആയിട്ട് ഇത് 100% സക്സസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഒരു വലിയ മിസ്കോൺസെപ്റ്റ് നാട്ടിലുണ്ട്. ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ മാനസിക രോഗം വരും, ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റിന് പോകുന്നവനൊക്കെ വട്ടായി പോകും എന്നൊരു ചിന്ത നാട്ടിലുണ്ട്. ദാറ്റ് ഈസ് എ വെരി റോങ് സ്റ്റേറ്റ്മെന്റ്. ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റ് ഉപയോഗിക്കുന്ന മെഡിസിൻ ഒക്കെ ഒന്ന് മൾട്ടി വൈറ്റമിൻസ് ആണ്, 2 ലൊറാസിപ്പാം പോലെ ഉറങ്ങാനുള്ള സാധനങ്ങൾ മാത്രമാണ്. പിന്നെ ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റ് പ്രോസസ്സിന് ശേഷം കൗൺസിലിംഗ് ആണ് ഏറ്റവും മേജർ തെറപ്പി. കൗൺസിലിംഗിന് ശേഷം ബില്ലിംഗ് ആയിട്ടുള്ള പേഷ്യൻസിന് നമ്മൾ ആന്റി ക്രൈവിംഗ് ഡ്രഗോ അല്ലെങ്കിൽ ഡൈസൾഫറാം പോലെയുള്ള ആന്റി അബ്യൂസോ കൊടുത്ത് വീട്ടിൽ വിടുക, പിന്നെ കണ്ടിന്യൂസ് ഫോളോ അപ്പിന് വിടുക. ഇതാണ് അതിന്റെ ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ. ഇതിനകത്ത് മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാവാനുള്ള ഒരു മരുന്ന് ഉപയോഗിക്കുന്നില്ല. പക്ഷെ ഓർക്കണം, നമ്മുടെ ഒരു വിചാരം ആൽക്കഹോളിക്സിനൊക്കെ ലിവർ സിറോസ് ഒന്ന് മരിച്ചു പോവാണ് ഉള്ളതെന്നാണ് നമ്മുടെ ഒരു വിചാരം. ദാറ്റ് ഇസ് നോട്ട് ട്രൂ. 50% കേരളത്തിലെ എക്സ്പീരിയൻസ് ആണ്, 50% ഓഫ് ആൽക്കഹോളിക്സ് വിൽ ഡെവലപ്പ് മെന്റൽ ഹെൽത്ത് ഇഷ്യൂ. 20% ഓഫ് ദി ആൽക്കഹോളിക്സ് മേ ഡെവലപ്പ് ലിവർ ഇഷ്യൂ. പക്ഷെ 50% ഓഫ് ദി ആൽക്കഹോളിക്സ് ഡെവലപ്സ്
മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ്, സൈക്യാട്രിക് ഇൽനസ്, അത് ലൈഫ് ടൈമിൽ എപ്പോഴെങ്കിലും ആ ആൽക്കഹോൾ ഉപയോഗിക്കുന്ന ആ ഒരു പീരീഡിൽ എപ്പോഴെങ്കിലും ഒരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂയിലേക്ക് അവർ മാറും. അപ്പം അതുപോലെ തന്നെ 12.5% ഓഫ് ആൽക്കഹോളിക്സ് കമ്മിറ്റ് സൂയിസൈഡ്. ഇപ്പൊ ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റ് എടുത്തത് കൊണ്ടല്ല ഇവർ സൂയിസൈഡ് ചെയ്യുന്നത്, ഇവർ മെന്റൽ ഹെൽത്ത് ഇഷ്യൂയിലും ഇവർക്ക് ഉണ്ടാകുന്നത്. ബിക്കോസ് ഓഫ് ആൽക്കഹോൾ കൺസംഷൻ ദേ ആർ ഡെവലപ്പിംഗ് ഓൾ ദീസ് ഇഷ്യൂസ്. അത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അല്ലാതെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഡി അഡിക്ഷൻ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ ട്രീറ്റ്മെന്റ് എടുത്താൽ ഒരിക്കലും മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാവില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ ബിക്കോസ് ഓഫ് ദീസ് എക്സസീവ് ആൽക്കഹോൾ യൂസ് ബ്രെയിൻ ഗെറ്റ് ഡാമേജ്, ചിലർ ഡിമെൻഷ്യയിലേക്ക് പോകുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പലപ്പോഴും എന്താ വെച്ചാൽ അഡ്മിഷന് ശേഷം കുടി നിർത്തി കഴിയുമ്പോൾ ഇവർക്ക് ഇത്രയും പ്രോബ്ലംസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഒരു വലിയ ഗ്രൂപ്പ് ആളുകൾ ബ്രെയിൻ ഡാമേജ് ഉണ്ടായി ഡിമെൻഷ്യ, ആൽക്കഹോൾ ഇൻഡ്യൂസ്ഡ് ഡിമെൻഷ്യയിലേക്ക് വരുന്ന ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇതെല്ലാം നമ്മൾ ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റ് വരുമ്പോൾ കണ്ടുപിടിക്കുന്നു എന്നേ ഉള്ളൂ. നോട്ട് ബിക്കോസ് ഓഫ് ദി ട്രീറ്റ്മെന്റ് he is developing or she is developing this type of issues. അത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കും. അതുപോലെ ഹൗ അബൌട്ട് ഹൗസ് വൈഫ്സ്, അല്ലെങ്കിൽ വീട്ടിലെ അമ്മമാരും വൈഫ്മാരും ഒക്കെ ഇതിനെ പറ്റിയുള്ള how do you handle this? എൻ്റെ ഒരു റിസർച്ച് പേപ്പർ അതിനകത്തായിരുന്നു. ഞാൻ കോ ഡിപ്പെൻഡൻസി എന്നാണ് അന്ന് വിളിക്കുന്നത്, കോ ഡിപ്പെൻഡൻസി ഓഫ് ആൽക്കഹോളിക്സ്. അപ്പൊ വൈഫായിരിക്കാം, കുട്ടികളായിരിക്കാം, അവരൊക്കെ കോ ഡിപ്പെൻഡന്റ് എന്ന് വെച്ചാൽ ആൽക്കഹോളിക്സ് എങ്ങനെ പെരുമാറുന്നോ അതേപോലെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസുമായിട്ട് ഈ വൈഫ്സ് അല്ലെങ്കിൽ സ്പൗസസ് ആയിരിക്കും, അല്ലെങ്കിൽ കുട്ടികളായിരിക്കും വരുന്നത് കാണാം. അപ്പം ദിസ് ഈസ് കോൾഡ് കോ ഡിപ്പെൻഡൻസി. ആൽക്കഹോൾ അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളുടെ ഫാമിലിയിലുള്ള ആളുകൾ ദേ ഹാവ് സോ മെനി ഇഷ്യൂസ്, ഫൈനാൻഷ്യൽ ഇഷ്യൂസോ അല്ലെങ്കിൽ സോഷ്യൽ ഇഷ്യൂസോ മാത്രമല്ല, സോ മച്ച് ഓഫ് മെന്റൽ ഹെൽത്ത് ഇഷ്യൂ, ഫിസിക്കൽ ഇഷ്യൂസ്, ഇങ്ങനെയുള്ള ഒത്തിരി പ്രോബ്ലംസ് അവര് ഡെവലപ്പ് ചെയ്യുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടില് ഇവിടുത്തെ പോലെ അല്ലല്ലോ. അവിടെ ഈ ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഭൂരിപക്ഷം സ്ത്രീകളും ജീവിക്കുന്നത് തന്നെ. അപ്പോൾ അവർ ഇമോഷണലി ഡിപ്പെൻഡന്റ് ആണ്, ഫൈനാൻഷ്യലി ഡിപ്പെൻഡന്റ് ആണ്, സോഷ്യലി ഡിപ്പെൻഡന്റ് ആണ്. അങ്ങനെ ഫുള്ളി ഈ ആൽക്കഹോളിക് ആയിട്ടുള്ള ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു ഫാമിലിയാണ് നാട്ടിൽ നമ്മൾ എപ്പോഴും കാണുന്നത്. അവർക്ക് ഈ ഹസ്ബൻഡ് അങ്ങ് സിക്കായി പോകുമ്പോഴേക്കും ഈ വൈഫും കുട്ടികളും ഒക്കെ ഉള്ള ഒരു സ്ട്രഗിള്, അവരനുഭവിക്കുന്ന സ്പിരിച്വൽ, സോഷ്യൽ, സൈക്കോളജിക്കൽ, ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെ ഭയങ്കര ഭീകരമാണ്. പിള്ളേരൊക്കെ കള്ളുടി എൻ്റെ മോനല്ലേ എന്ന് ആക്ഷേപിക്കും, വൈഫിനെ നീ കാരണം കുടിക്കണമെന്ന് പറഞ്ഞ് വീട്ടുകാർ ആക്ഷേപിക്കും. ഇത് സോ മെനി സൈക്കോളജിക്കൽ സ്ട്രഗിൾസ് ദേ ആർ ഫേസിങ്. അത് അവരുടെ ഒരു വലിയ ഇഷ്യൂ. അപ്പോൾ ഇതൊരു ഒത്തിരി ഒരു ഈ വൈഫ്സിന്റെ ഇടയിൽ ഒത്തിരി മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്, കുട്ടികളുടെ ഇടയിൽ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്, അതുപോലെ തന്നെ ഒത്തിരി ഫൈനാൻഷ്യൽ, സോഷ്യൽ ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അത് ഇവരുടെ കുടി നിർത്താതെ ഇവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഹസ്ബൻഡ് ആൽക്കഹോൾ നിർത്താതെ നമുക്ക് ഇവരുടെ അതിൻ്റെയോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഇവരുടെ പ്രോബ്ലംസ് മാറണമെങ്കിൽ വലിയ പാടാകാം. ഒന്നല്ലേ അവരെ സെപ്പറേറ്റ് ചെയ്യേണ്ടി വരും, ലീഗലി തന്നെ സെപ്പറേറ്റ് ചെയ്താൽ മാത്രമേ അവര് രക്ഷപ്പെടാറുള്ളൂ. ഇല്ലെങ്കിൽ ഇമോഷണലി, ഫിനാൻഷ്യലി എല്ലാവരും സെപ്പറേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാതെ പലപ്പോഴും ഇവർ രക്ഷപ്പെടാറില്ല. അതൊരു വലിയ പാടാണ് കേരളത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റില്. ഡൈവോഴ്സും സെപ്പറേഷനും ഒന്നും അത്രമാത്രം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എന്റർടൈൻ ചെയ്യാത്തതുകൊണ്ട് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഡീൽ വിത്ത് ദെയർ ഇഷ്യൂസ് അൺലെസ് ആൻഡ് അണ്ടിൽ ദ ഹസ്ബൻഡ് ഹി ഈസ് സേവ്ഡ് ഫ്രം അഡിക്ഷൻ പാറ്റേൺ. അതൊരു വലിയ ഇഷ്യൂ ആണ്. ഇപ്പൊ ഈ ആൽക്കഹോളിസം പോലെ തന്നെ നമ്മുടെ നാട്ടില് ഈ സിന്തറ്റിക് ഡ്രഗുകളും കഞ്ചാവും ഭയങ്കരമായിട്ട് അങ്ങ് വ്യാപകമായി. അത് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഗവൺമെന്റിലൊക്കെയുള്ള വലിയ വലിയ പുള്ളികളൊക്കെ, അതുപോലെ പാർട്ടികളിലൊക്കെയുള്ള വലിയ വലിയ പുള്ളികളൊക്കെ ഇതിനകത്ത് മാഫിയയുടെ ഭാഗമാവുകയും കേരളത്തില് അൺകൺട്രോൾഡ് ആയിട്ട് എവിടെ ഏത് കുഞ്ഞിനും അവൈലബിൾ. എൻ്റെ യങ്ങസ്റ്റ് ഗഞ്ചാ ഡിപ്പെൻഡന്റ് 9 വയസ്സുള്ള ഒരു കുട്ടിയാണ്. അതുപോലെ തന്നെ യങ്സ്റ്റേഴ്സ്, എനിക്കൊരു വാർഡ് തന്നെ ഉണ്ട്, 26 ബെഡുള്ള ഒരു വാർഡ് തന്നെ എക്സ്ക്ലൂസീവ്ലി 23 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ അല്ലെങ്കിൽ ചെറുപ്പക്കാരെ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു വാർഡുണ്ട്. അവിടെ സിന്തറ്റിക് ഡ്രഗും കഞ്ചാവും ഉള്ള പിള്ളേർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് കഴിഞ്ഞ 3 വർഷം കൊണ്ട് നമ്മുടെ കേരളം എത്തി. അപ്പോൾ സോ മെനി പീപ്പിൾ ആർ അഡിക്റ്റഡ് ടു ഗഞ്ച, അതുപോലെ ഈ രാസലഹരി എന്നൊക്കെ പറയുന്ന സിന്തറ്റിക് ഡ്രഗ്. ഇതിലൊക്കെ ഒത്തിരി പേര് വന്നു പെടുന്നുണ്ട്. അത് ഫീമെയിൽസ് ഒത്തിരി വരുന്നു അതങ്ങനെയുള്ളതൊക്കെ. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഇഷ്യൂ നമ്മുടെ നാട്ടിലുണ്ട്.
അതുപോലെ തന്നെ ഈ കാനഡയിൽ നിന്നും അതുപോലെ യു UK നിന്നും ഒത്തിരി കുട്ടികൾ കഞ്ചാവ്, അവിടെയൊക്കെ ലീഗലൈസ്ഡ് ആയിട്ട് കഞ്ചാവ് കിട്ടും. അപ്പം അവരത് മേടിച്ച് വലിച്ച് ഇഷ്ടം പോലെ പിള്ളേർ സൈക്കാട്രിക് പ്രോബ്ലം ആയിട്ട് വരും. ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി, വലിയൊരു ഗ്രൂപ്പ്, ആൽക്കഹോളിക്സ് അല്ലാത്ത ഒരു വലിയ ഗ്രൂപ്പ് ഇപ്പൊ നമുക്കുണ്ട്. ഇപ്പൊ ഞാൻ പോന്നതിന് ശേഷമുള്ള എനിക്ക് ലേറ്റസ്റ്റ് അവരുടെ അപ്ഡേറ്റില് ഇപ്പൊ 138 പേഷ്യൻസ് ആണുള്ളത്. അതിനകത്ത് 23 പേര് ആൽക്കഹോൾ അല്ലാതെ ഉള്ള സബ്സ്റ്റൻസുമായിട്ട് അഡിക്ഷൻ ആയിട്ടുള്ളവരും, ഏതാണ്ട് 45 പേര് ആൽക്കഹോൾ അഡിക്ഷൻ ഉള്ളവരും, ബാക്കിയുള്ള ആളുകൾ സൈക്കാട്രിക് കണ്ടീഷൻസ് ഉള്ളവരും. അങ്ങനെയാണ് ഇപ്പോൾ ഒരു സ്റ്റാറ്റസ് നിൽക്കുന്നത്. അപ്പൊ ഇതൊരു പണ്ട് ആൽക്കഹോളിസം മാത്രമായിരുന്നു, ഞങ്ങൾക്ക് ആൽക്കഹോൾ ഡി അഡിക്ഷൻ വാർഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ കഴിഞ്ഞൊരു 3-4 വർഷമായുള്ളൂ ഈ മറ്റേ ആൽക്കഹോൾ അല്ലാത്ത സബ്സ്റ്റൻസുമായിട്ടുള്ള അഡിക്ഷൻ കേരളത്തിൽ ഇത്ര ഭീകരമായിട്ട് വരാൻ തുടങ്ങി. അതിനകത്തൊരു വരുന്ന ആളുകളിൽ ഒരു 20% NRI ഗ്രൂപ്പിൽപ്പെട്ട കുട്ടികളാണ് എന്നുള്ളതാണ് വേറൊരു അലാമിംഗ് ആയിട്ടുള്ള ഇഷ്യൂ. ആൽക്കഹോൾ ഗേൾസ് നോ നോട്ട് യൂസേഴ്സിന്റെ എണ്ണം കൂടിയിട്ടുണ്ട്. ആൽക്കഹോൾ അഡിക്ഷനിലുള്ള പെൺകുട്ടികളുടെ എണ്ണം വളരെ ഇപ്പോഴും ആ മിനിമം ലെവലിൽ മാത്രമേ ഉള്ളൂ. അറ്റ്ലീസ്റ്റ് ഇൻ മൈ എക്സ്പീരിയൻസ്. ഞങ്ങൾ റൂറൽ ഏരിയയുള്ള കൂത്താട്ടുളം എന്ന് പറഞ്ഞ നോട്ട് എ സിറ്റിയിലേക്ക് കൊച്ചി. അപ്പം ഞങ്ങളുടെ ഏരിയയിൽ കൊച്ചിയിൽ നമുക്ക് ഒത്തിരി പേഷ്യൻസ് ഉണ്ടെങ്കിലും നമുക്ക് ആൽക്കഹോൾ ഉള്ള അഡിക്ഷനുമായിട്ട് വരുന്ന പെൺകുട്ടികളുടെ എണ്ണം പണ്ട് എന്തോരം ഉണ്ട് അതുപോലെ തന്നെ ഉള്ളൂ ഇപ്പോഴും. പക്ഷേ ഗഞ്ച, സിന്തറ്റിക് ഡ്രഗ് ഇതടിച്ച് വരുന്ന ഇഷ്ടം പോലെ പെൺപിള്ളേരുണ്ട്. ആൽക്കഹോൾ അഡിക്ഷൻ നമുക്ക് അവിടെ കുറവാണ് കേരളത്തിലെ സ്ത്രീകളുടെ ഇടയിൽ, ഒരു റെയർ മൈനോറിറ്റി ഉള്ളു. ഞാൻ മെഡിക്കൽ മോഡൽ മാത്രം പിന്തുടരുന്നതാണ്. പക്ഷേ ട്രീറ്റ്മെന്റിൽ സ്പിരിച്വൽ ആസ്പെക്ട്സ് എപ്പോഴും ഞാൻ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അത് റിലീജിയസ് ആസ്പെക്ടിനെ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്പിരിച്വൽ ആസ്പെക്ട്സിനെ ഞാൻ ഉപയോഗിക്കാറുണ്ട്. ദാറ്റ് ഈസ് ആക്ച്വലി സപ്പോർട്ടിങ് മൈ പേഷ്യൻസ് എ ലോട്ട്. ചില ആളുകൾക്ക് അങ്ങനെയുള്ള മൈൻഡ് ഉള്ളൂ. ചില ആളുകൾ സ്പിരിച്വലി ഒട്ടും സ്പിരിച്വൽ അല്ലാത്ത ഒത്തിരി ആളുകളുണ്ട്. അവരുടെ അടുത്ത് നമ്മൾ സ്പിരിച്വാലിറ്റി ആയിട്ട് എന്നിട്ട് ഒരു കാര്യമില്ലെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് ഡിഫറെന്റ്. സം പീപ്പിൾ അവർക്ക് ട്രീറ്റ് ചെയ്യാൻ, അത് ഇപ്പം മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ആണെങ്കിലും അഡിക്ഷൻ ആണെങ്കിലും അവർക്ക് ആ സ്പിരിച്വൽ ഒരു ഗൈഡൻസ് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. എനിക്കറിയാം അങ്ങനെ ചില അച്ഛന്മാരൊക്കെ ഉള്ള ആ അച്ഛനോടുള്ള ബന്ധത്തിൽ മാത്രം നമ്മുടെ നാട്ടിലെ പല പല പ്രമുഖരായ, പല മിടുക്കരായ, പല സെൻസിറ്റീവ് ആയിട്ടുള്ള അച്ഛന്മാരെ അവരുമായിട്ടുള്ള ആ സൗഹൃദത്തിൽ നിൽക്കുന്നതുകൊണ്ട് മാത്രം കുടിക്കാത്ത കുറെ പേരെ എനിക്കറിയാം. അതുപോലെ ഇങ്ങനെ ചില ഈ നാട്ടിലെ ചില ആൾ ദൈവങ്ങളുണ്ട്, അവരുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കുന്നതുകൊണ്ട് മാത്രം കുടിക്കാതിരിക്കുന്ന കുറെ പേരെ എനിക്കറിയാം. അതുപോലെ പള്ളി പ്രാർത്ഥന, അതുപോലെ അമ്പലം പ്രാർത്ഥന, അതുപോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ സ്പിരിച്വൽ ആക്ടിവിറ്റീസ് അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് മാത്രം കുടിക്കാതിരിക്കുന്ന കുറെ പേര് എനിക്കറിയാം. യെസ്, അങ്ങനെ കുറെ പേർക്ക്. പക്ഷെ എല്ലാവരും അങ്ങനെ ആണെന്ന് ഒരിക്കലും ധരിക്കരുത്. ഇറ്റ്സ് ഓൾ ആർ ഡിഫറെന്റ്, ഓൾ ഇൻഡിവിജ്വൽ പാറ്റേൺസ് ഒത്തിരി ഉണ്ട്. അപ്പൊ ഞാനും ഡെഫിനറ്റ് ആയിട്ടും എന്റെ സ്പിരിച്വൽ എക്സ്പീരിയൻസും സ്പിരിച്വൽ അവയർനെസ്സും ഒക്കെ എന്റെ പേഷ്യൻസിനുമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ ഉപയോഗിക്കാറുണ്ട് എന്നുള്ളത് സത്യമാണ്. അത് എനിക്ക് ഒത്തിരി പേർക്ക്, അതായത് 60%, 70% ആളുകൾക്ക് അത് ഹെൽപ്ഫുൾ ആയിട്ട് തന്നെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അത് ഹെൽപ്പ് ചെയ്യാത്ത ആളുകളുടെ അടുത്ത് ഞാൻ ഇത് ഒട്ടും പറയാറുമില്ല. 2 things. One is alcoholic. He or she herself or himself has to be understood the fact that he is an addict to substance. So this is a lifelong struggle. So I need to be equipped to fight with this problem. ആ ഒരു attitude, that attitude is very important for every addict. So this is a lifelong problem. I need to struggle. I need to fight with this issue lifelong with all equipments. That means with the support of medical team, with the support of family, with the support of community, I need to fight with my addiction. ആ ഒരു സറണ്ടറിങ് നേച്ചർ ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ഫോർ എവറി അഡിക്റ്റ്. ഞാൻ തന്നെ അങ്ങ് നിർത്തും, എനിക്ക് എൻ്റെ മേൽ കൺട്രോൾ ഉണ്ട്, ഐ ക്യാൻ ഡു, ആ ചിന്തയുള്ള ഒരുത്തൻ രക്ഷപ്പെടില്ല. Rather, I am an addict. I need to be helped by others. I need to be supported by medical team and my family and my community എന്നുള്ള that nature of surrendering, അതുള്ളവർ മാത്രമേ രക്ഷപ്പെടുള്ളൂ എന്നുള്ളതാണ് ഒന്നാമത്തെ എക്സ്പീരിയൻസ്. Second thing, family also should understand that this is an illness. അപ്പോൾ
this is a constant struggle. We need to support him constantly. And after 6 months or after 2 months abstinence, if he fail, immediately we should support him to get readmitted and take continuous treatment. അതുപോലെ മെഡിക്കൽ സപ്പോർട്ട് ആ ടീമിന്റെ ഒരു എന്താ പറയാ, the support of the team or medical team or the suggestions of the medical team should be considered as a valuable one, and you should stick on to that. അതാണ് എനിക്ക് തോന്നുന്നത് ഫാമിലി. പിന്നെ ഒരു കാര്യം, ഫാമിലി ഓൾസോ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് alcoholism is a very difficult condition. So we should not expect every alcoholic to come out of this. എല്ലാ ആൽക്കഹോളിക്കും രക്ഷപ്പെടുമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. വി ഷുഡ് നോട്ട് തിങ്ക് ലൈക്ക് ദാറ്റ്. ചില ആളുകളെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റില്ല. വി മേ നോട്ട് ബി ഏബിൾ ടു ഹെൽപ്പ് സം പീപ്പിൾ. സോ ദർ വാട്ട് വി ഹാവ് ടു ഡു എന്ന് പറഞ്ഞാൽ, അപ്പൊ ഞാൻ ഫാമിലി അങ്ങനെയുള്ള ചില കണ്ടീഷൻ ദാറ്റ് മോസ്റ്റ്ലി ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് പേഴ്സണാലിറ്റി ഡിസോർഡർ. Some personality disorder like the comorbid condition like personality disorder, like antisocial personality disorder, like that. അല്ലെങ്കിൽ അങ്ങനെയുള്ള some personality disorders, people they will never come out of alcoholism. അങ്ങനെയുള്ളവരുടെ സമയത്ത് ഞാൻ ഫാമിലിയോട് പറയും, ഫാമിലി ഓൾവേസ് need to get detached from him. Psychologically, you need to get detached from him and try to grow themselves. ഫാമിലിക്ക് പുള്ളിയുടെ ആൽക്കഹോളിസം ഒരിക്കലും അഫക്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ they should have a psychological barrier between the family and with the patient. അങ്ങനെ ഒരു സ്റ്റേജിലും ചില പേഷ്യൻസിനെ അങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. The patient may not save himself. At that time, we need to separate the patient. Psychology, ഞങ്ങൾ പറയും, ഞാനൊരു സൈക്കോളജിക്കൽ ബാരിയർ എന്ന് പറയും. ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യുകയും പേഷ്യന്റിനെ ഐസൊലേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ചില കേസെങ്കിലും അങ്ങനെ മാത്രം രക്ഷപ്പെടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ലോങ് ടേം റീഹാബിലിറ്റേഷൻ അങ്ങനെയൊക്കെ വരുമ്പോഴേ ഒരിക്കലും ഇവർ രക്ഷപ്പെടുകയെന്ന് വരുമ്പോൾ നാട്ടിൽ തന്നെ ചെയ്യുന്ന വെച്ചാൽ ഈ റീഹാബ് സെന്ററിൽ പോയി ലൈഫ് ലോങ് ആക്കും ചിലരുടെ. അങ്ങനെ ചിലരെയൊക്കെ 3 വർഷം 4 വർഷമൊക്കെ നിർത്തിയിട്ട് വിട്ടിട്ട് രക്ഷപ്പെട്ട ചരിത്രങ്ങളുണ്ട്. സം പീപ്പിൾ വിൽ കം ഔട്ട് ഓഫ് ആൽക്കഹോളിസം ഓൺലി ആഫ്റ്റർ എ വെരി ലോങ് പീരീഡ് ഓഫ് ട്രീറ്റ്മെന്റ്. ചില ആളുകൾ ഒരിക്കലും പുറത്തു വരില്ല. അപ്പം ഇങ്ങനെ ഡിപ്പെൻഡ്സ് ഓൺ ദി സിറ്റുവേഷൻ, ഡിപ്പെൻഡ്സ് ഓൺ ദി patient's condition. We have to design a family therapy. And on the some people, some families survive with that type of techniques. അതുകൊണ്ട് I cannot say that this is the reason, this is the way to deal with all patients. We have to we have to design tailor-made treatment procedure for every different patients. ഇതാണ് എൻ്റെ ഒരു പൊതുവിലുള്ള ഒരു എക്സ്പീരിയൻസ്. മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് എപ്പോഴും ഈ അഡിക്ഷൻ ഉള്ള ആളുകളിൽ ഒരു വാസ്റ്റ് മജോറിറ്റി ഓഫ് ദ പീപ്പിൾ ഹാസ് അണ്ടർലൈങ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്. ഓക്കെ, ഒരു മാസീവ് ഗ്രൂപ്പിന് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്. വേറൊരു ഗ്രൂപ്പ് ഈ പറഞ്ഞ പോലെ ആൻസൈറ്റി ഡിസോർഡേഴ്സ് ഉണ്ട്, ബൈപോളാർ അഫക്റ്റീവ് ഡിസോർഡർ. പലപ്പോഴും വരുന്ന മേനിക് എപ്പിസോഡിൽ ദേ സ്റ്റാർട്ട് ഡ്രിങ്കിങ് ലൈക്ക് എനിത്തിങ്. അങ്ങനെ ബൈപോളർ പ്രീമോർബിഡ് ഇഷ്യൂസ് ആർ ദയർ. ഇപ്പൊ പേഴ്സണാലിറ്റി ഇഷ്യൂസ് ആവാം, അല്ലെങ്കിൽ സ്കിസോഫ്രീനിയ ആവാം, അല്ലെങ്കിൽ ഡെലൂഷൻ ഡിസോർഡർ ആവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആങ്സൈറ്റി ഇഷ്യൂസ് ആവാം, OCD ആവാം, social anxiety disorder. So many people I could come across, so many people with a social anxiety disorder goes to alcohol dependency. പക്ഷെ എല്ലാവർക്കും ആൽക്കഹോളിലേക്കുള്ള അട്രാക്ഷൻ ഇതൊക്കെയാണേലും ഡിപ്പെൻഡൻസി പാറ്റേൺ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡിപ്പെൻഡൻസിക്കുള്ള ബ്രെയിൻ ന്യൂറോപത്തോളജി ഉണ്ടാവും. അല്ലെങ്കിൽ ഡിപ്പെൻഡ് ആവില്ല, ആൽക്കഹോൾ കൺസ്യൂമർ മാത്രമായിട്ട്. അതാണ് അതിനകത്ത് വ്യത്യാസം. പക്ഷെ ഈ ഡിപ്പെൻഡൻസിയിലേക്ക് ആൽക്കഹോളിലേക്ക് അട്രാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സബ്സ്റ്റൻസിലേക്ക് അട്രാക്ട് ചെയ്യുന്നത് ഈ ഒരു പത്തോളജി, നിങ്ങൾ പറഞ്ഞ പോലെ പേഴ്സണാലിറ്റിയോ സൈക്കോപത്തോളജിയോ ആവാം എന്നുള്ളത് വളരെ സത്യസന്ധമായ കാര്യമാണ്. അതുകൊണ്ടാണ് ആൽക്കഹോളിക്സിൽ ഒരു വാസ്റ്റ് മജോറിറ്റി ഈസ് ഹാവിങ് ദിസ് പ്രീമോർബിഡ് psychotic features or other mental health issues. That is true. കാരണം ഇവിടെ ജീവിക്കുന്നവർക്ക് ഒരു കല്യാണം കഴിയുമ്പോൾ തന്നെ അല്ലെങ്കിൽ കോർട്ട്ഷിപ്പ് ആയിരിക്കുമ്പോൾ തന്നെ they will understand that this guy has some problem. അപ്പോൾ അങ്ങനെയുള്ള ഒരു മേ ബി ഞങ്ങൾ പറയും ഇമോഷണലി അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഏതെങ്കിലും ഉണ്ടെങ്കിൽ
അന്നേരം തന്നെ അതിന് ട്രീറ്റ്മെന്റ് പോവുകയാണെങ്കിൽ അഡിക്ഷനിലേക്ക് പോകാനുള്ള ടെൻഡൻസി കുറയും. പക്ഷെ കേരളത്തില് നമ്മൾ ഒരാളോട് പറയുകയാണ് നിനക്ക് ഇങ്ങനെ ഒരു കല്യാണം കഴിഞ്ഞിട്ടാണ് മിക്കവാറും പ്രോബ്ലം കണ്ടുപിടിക്കണേ. പക്ഷെ വൈഫ്സിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ ദേ മേ ബ്രിങ് ഹെർ ഫോർ ട്രീറ്റ്മെന്റ്. പക്ഷെ ഹസ്ബൻഡിന്റെ പ്രോബ്ലം ആണെങ്കിൽ നോബഡി വിൽ സേ ആണുങ്ങൾ അങ്ങനെയൊക്കെയാണ്, നീ അഡ്ജസ്റ്റ് ചെയ്തോളാം പറയും. സോ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഇൻ കേരള ടു ഡീൽ വിത്ത് ദീസ് ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ഇഷ്യൂസ് unless and until the patient develops some significant psychiatric issues like addiction or any other thing. അതൊരു വലിയ ഇഷ്യൂ ആണ്, നമുക്കത് വലിയ പാടാണ്. നമുക്ക് ഇറ്റ്സ് വെരി കോംപ്ലിക്കേറ്റഡ് ഏരിയ. ഈ റിലീജിയസ് ലീഡേഴ്സിനോട് പറയാറുള്ള രണ്ട് കാര്യം. ഒന്ന്, നമ്മുടെ അച്ഛന്മാരൊന്നും, നമ്മുടെ എന്നല്ല ഒരു സഭയുടെ അച്ഛന്മാരും നോട്ട് എക്വിപ്ഡ് വിത്ത് മെന്റൽ ഹെൽത്ത് ഇഷ്യൂ. മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ആണെന്ന് പോലും മനസ്സിലാക്കാനുള്ള ബോധമില്ല. കഴിഞ്ഞ ദിവസം പ്യുവർലി ഡെലൂഷണൽ ഡിസോർഡർ ഉള്ള ഒരു ഹസ്ബൻഡിനെ കൊണ്ടൊരു വൈഫ് വന്നു. അപ്പൊ ഈ ഡെലൂഷൻ ഡിസോർഡർ ഉള്ള പേഷ്യന്റിനെ കഴിഞ്ഞ 9 വർഷമായിട്ട് ഒരു അച്ഛനെ കണ്ടോണ്ടിരിക്കുക. റിലീജിയസ് ലീഡർ, ഹീസ് എ പ്രീസ്റ്റ്, ഹീസ് ആക്ച്വലി ഇയാൾക്ക് ഒരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെന്ന് പോലും ഒരിക്കലും പറഞ്ഞിട്ടില്ല. മനസ്സിലാവുണ്ടോ? അപ്പൊ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ ഇപ്പൊ തിരിച്ചറിയാൻ പറ്റുന്നത്, ഇപ്പൊ ഞാൻ വളരെ അൺഫോർച്ചുനേറ്റ്, ഐ തിങ്ക് യു വിൽ നോട്ട് ഷെയർ ഇറ്റ് വിത്ത് എനിബഡി എൽസ്. അങ്ങനെ ഒരു കോൺഫിഡൻസോടുകൂടി ഞാൻ പറയാണ്, മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ഉള്ളവരാണ് പലപ്പോഴും റിലീജിയസ് ലീഡർഷിപ്പിലേക്ക് വരുന്നത്. അവിടെ ഒരു വലിയ ഇഷ്യൂ അത്. ഇവിടെ നമ്മുടെ സഭയുടെ മാത്രമല്ല, മിക്കവാറും ഒത്തിരി സഭകളിലെ അച്ഛന്മാരുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. ഒത്തിരി അച്ഛന്മാർ എന്റെ ട്രീറ്റ്മെന്റിലുണ്ട്. അപ്പൊ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആളുകളാണ് പലപ്പോഴും പ്രീസ്റ്റ്ഹുഡിലേക്ക് വരുന്നത്. അപ്പം ഇവർക്ക് മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെന്ന് ഇവർക്കും അറിയാൻ മേല. ഈ വേറൊരാളെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് വരുന്ന ആളെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ആണെന്ന് കണ്ടുപിടിക്കാനും അവർക്ക് പറ്റൂല. അഡിക്ഷൻ സംബന്ധിച്ചോ ഇതൊന്നും ഒരു പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷനും ഇവർക്കില്ല. അപ്പൊ ഈ രണ്ട് ഇഷ്യൂ ആണ്. ഒന്ന്, അവർക്ക് തന്നെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. രണ്ട്, ഇവർക്ക് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ പറ്റിയോ അഡിക്ഷനെ പറ്റിയുള്ള ബേസിക് നോളജ് പോലും നമ്മുടെ വൈദിക വിദ്യാഭ്യാസത്തിൽ കൊടുക്കുന്നില്ല. അത് എല്ലാ സഭകളുടെ അതെ, പ്രത്യേകിച്ച് നമ്മുടെ സഭകളെ പോലുള്ള ഈസ്റ്റേൺ ചർച്ചസിൽ വളരെ പതറ്റിക് ആ കണ്ടീഷൻ. ദേ ആർ നോട്ട് എഡ്യൂക്കേറ്റഡ് അബൌട്ട് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ്. പക്ഷെ പോലീസുകാർക്കും അച്ഛന്മാർക്കും അധ്യാപകർക്കുമാണ് മെന്റൽ ഹെൽത്ത് ഇഷ്യൂ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അവയർനെസ് ഉണ്ടാവേണ്ടതെന്നാണ് എന്റെ വിചാരം. അപ്പൊ അവർക്ക് അത് കൊടുക്കാനുള്ള ഒരു സംവിധാനം ഇപ്പോഴും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒത്തിരി പേര് അതുകൊണ്ട് സഫർ ചെയ്യുന്നുണ്ടെന്നും എനിക്കറിയാം. Alexander Chen, can you just do the vote of thanks? ഓക്കെ, നമ്മള് സാധാരണ കൂടുന്നതിൽ നിന്നും കുറച്ചുകൂടെ അരമണിക്കൂറുടെ മുന്നോട്ട് പോയി. അതൊരു നഷ്ടമല്ല. ബഹുമാനപ്പെട്ട അച്ഛനെ നമുക്ക് ഇന്നത്തെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, അച്ഛൻ ആൽക്കഹോളിസം ആൻഡ് ഡ്രഗ് അവയർനെസ് എന്ന് പറയുന്ന വിഷയത്തിൽ തൻ്റെ അനുഭവ പരിജ്ഞാനവും തൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ അല്ലെങ്കിൽ അതിലൂടെ ലഭിച്ച എഡ്യൂക്കേഷണൽ ലെവലിൽ ലഭിച്ചിട്ടുള്ള ആ ഒരു ചിന്താമണ്ഡലം കൂടെ ചേർത്ത് നമുക്ക് ഈ ആൽക്കഹോളിസം ആൻഡ് ഡ്രഗ് അവയർനെസ് എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് വളരെ വിശദമായി എന്നാൽ ലളിതമായി അതുമായിട്ട് ബന്ധപ്പെട്ട നമ്മളുമായി ബന്ധപ്പെട്ട് ചേർന്ന് നിൽക്കുന്ന എല്ലാ വിഷയങ്ങളിലും വളരെ ഭംഗിയായി നമ്മളോട് സംവദിച്ച ബഹുമാനപ്പെട്ട ഡോക്ടർ എഡ്വേർഡ് ജോർജിനോടുള്ള നമ്മുടെ റിലീഫ് കോർണറിന്റെ ഗ്രൂപ്പിന്റെ പേരിലുള്ള നന്ദി, സ്നേഹം ഈ സമയത്ത് അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞ TTKയിൽ ഞാൻ പലതവണ പോയിട്ടുണ്ട്. ഞങ്ങളുടെ വളാത്ത കൊട്ടാരക്കരയുള്ള ഒരു ഡി-അഡിക്ഷൻ സെന്ററിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ TTK ഞങ്ങളുടെ RRTC ആയിരുന്നു, റീജിയണൽ റിസോഴ്സ് ട്രെയിനിങ് സെന്റർ ആയിരുന്നു. ശാന്തി മാഡത്തോടും അവിടെയുള്ള മറ്റുള്ള കൗൺസിലേഴ്സിനോടും ഒക്കെ ചേർന്ന് പ്രവർത്തിക്കാനും അവിടുത്തെ ട്രെയിനിങ്ങുകളിൽ പങ്കെടുക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ അത് ലഭിച്ചത് ലോകോത്തരമായിട്ടുള്ള ലോകത്തിലെ ഏറ്റവും മികച്ച നല്ല സ്ഥാപനങ്ങളിൽ ഒന്ന് തന്നെയാണ്. അതിലുള്ള ലഭിച്ച അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇക്കാലത്തിലെ ഈ ഡി-അഡിക്ഷൻ പ്രോസസ്സിന് അല്ലെങ്കിൽ ആ ട്രീറ്റ്മെന്റിന് സഹായകമാകുന്നു എന്നുള്ളത് സംശയമില്ല. അദ്ദേഹത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഇന്നത്തെ മീറ്റിംഗിൽ ആദ്യത്തെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച ബഹുമാനപ്പെട്ട ഐസക് ബി പ്രകാശിച്ചനുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു കൂടിച്ചേരലിന് കാരണമായിട്ടുള്ള CSI ചർച്ചിലെ ബഹുമാനപ്പെട്ട ദീപു എബി ജോൺ അച്ഛൻ എവിടെയോ ഒന്നത്തുണ്ടായിരുന്നു. അച്ഛനോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. ഞങ്ങളുടെ ഈ ഗ്രൂപ്പിൻ്റെ തലൈവറായിട്ടുള്ള ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ അദ്ദേഹത്തോടുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. ഇത് ഇപ്പോൾ കണ്ടക്ട് ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ സജി മത്തായി, ബാക്കി ഇതിനകത്ത് പങ്കെടുത്ത് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള എല്ലാവരോടുമുള്ള നന്ദി സ്നേഹവും ദൈവനാമത്തിൽ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.